ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പുതിയൊരു ഡ്രാമ കണ്ടാലോ? ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ടും കൂടി നടന്നു വരികയാണ്. ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് ഷാഫങ് എന്നാണ്. അവന്റെ വീട്ടിലേക്ക് ഹീറോയിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹീറോയിൻ ആവട്ടെ അവന്റെ വീട് കണ്ടിട്ട് ആകെ അന്താളിക്കുന്നുണ്ട്. ഇത്രയും വലിയ വീടാണ് നിനക്കുള്ളതെന്നുള്ള വിവരമൊന്നും നീ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്ന് അവള് പരിഭവത്തോടെ അവൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്. ഈ ടൈമിൽ ഷാഫങ് പറയുന്നുണ്ട്, നീ എന്റെ വീട് കണ്ടപ്പോഴേ അമ്പരന്ന് പോയോ? അവന്റെ അങ്കിളിന്റെ വീടാവട്ടെ ഇതിലും വലുതാണ്, വളരെ മനോഹരമാണെന്നും പറയുന്നുണ്ട്. ഈ ഷാഫങ് ആവട്ടെ ഹീറോയിനെ അവന്റെ അങ്കിളിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വരികയായിരുന്നു. അങ്കിള് അവരെക്കാട്ടിലും 10 വയസ്സിന് മൂത്തതാണ്. അങ്കിൾ അവരുടെ ബന്ധത്തെ സംഭവിച്ചാൽ പിന്നെ വേറെ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഹീറോയിൻ്റെ അടുത്ത് ഷാഫങ് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ഷാഫങ്ങും കൂടി അവൻ്റെ അങ്കിളിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. ഈ അങ്കിളാണ് കേട്ടോ നമ്മുടെ ഹീറോ. അങ്കിൾ ആവട്ടെ ഹീറോയിന്റെ മുഖത്ത് പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. എന്താ കാര്യമെന്ന് ഷാഫങ്ങിനോട് അന്വേഷിക്കുന്നുണ്ട്. ആ യുവാവ് ഈ സമയത്ത് പറയുന്നുണ്ട് ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന്. എന്നാൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചു ഒരു ഭാവഭേദവും ഇല്ലാതെ അയാൾ ആ കസേരയിൽ തന്നെ ഇരിക്കുകയാണ്. ഇത് കേട്ടിട്ട് പോലും അയാൾ ഹീറോയിനെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ഫയലും നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. ഹീറോയിൻ ഈ സമയത്ത് വിചാരിക്കുന്നുണ്ട് പണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെയായിരിക്കുമെന്ന്. അങ്ങനെ ഹീറോയുടെ അങ്കിളിന് പെൺകുട്ടിയോട് ഒരു മതിപ്പ് തോന്നാനായി അവളാവട്ടെ അങ്കിള് യാത്രകളൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് കരുതി അയാൾക്കൊരു എയ്റോപ്ലെയിൻ മോഡല് സമ്മാനമായി നൽകുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട് അവന്റെ അങ്കിളാവട്ടെ ബട്ട്ലറോട് അത് ഉടനടി തന്നെ പുറത്തേക്ക് വലിച്ചെറിയാൻ പറയുന്നു. ഇത് കേട്ട ഹീറോയിന് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. ഈ ഗിഫ്റ്റ് പോലെ തന്നെ അവളും വളരെ ചീപ്പായിരിക്കുമെന്ന് അവന്റെ അങ്കിള് പറയുമ്പോൾ ഷാഫങ്ങ് ചോദിക്കുന്നുണ്ട്, അങ്കിൾ നിങ്ങളിത് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അങ്ങനെ അങ്കിള് അവൻ്റെ കൂടെ പറയുന്നുണ്ട്, നിന്റെ പണം കണ്ടിട്ടായിരിക്കും അവൾ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ കുറിച്ച് നിനക്ക് വല്ലതും അറിയാമോ? എനിക്ക് നല്ല പോലെ അറിയാമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവനെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാനൊന്നും പറ്റില്ല എന്ന്. ഹീറോയിൻ ഇത് കേട്ടിട്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പണത്തിന് പുറകെ പോകുന്ന ഒരു പെൺകുട്ടിയല്ല താനെന്നും ഇനി ഈ വീട്ടില് താൻ കാല് കുത്തണമെന്നുണ്ടെങ്കിൽ ഷാഫങ്ങിന്റെ അങ്കിള് അവളുടെ കാല് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ഷാഫങ്ങും അവളുടെ പുറകെ പോകുന്നുണ്ടെങ്കിലും അവളെ ഒരു ലോറി ഇടിക്കാൻ പോകുന്നുണ്ട്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഹീറോയിൻ ഒരു സ്വപ്നം കാണുന്നതാണ്. ഇതുപോലെ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അങ്കിളിനെ വിവാഹം കഴിക്കുന്നതായിട്ടാണ് അവള് കണ്ടിരുന്നത്. അങ്ങനെ ഈ സ്വപ്നം കണ്ട് പരിഭ്രാന്തിയോടാണ് നമ്മുടെ ഹീറോയിൻ എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഒരാളെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും? അതെന്റെ ബോയ് ഫ്രണ്ടിന്റെ അങ്കിളല്ലേ? അങ്ങനെ അവൾ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കുമ്പോൾ അത് അവളുടെ വീടല്ലായിരുന്നു. ഇതെന്താ ഇങ്ങനെ? തൻ്റെ വീട് ഇത്ര പെട്ടെന്ന് മാറിപ്പോയോ? ഒരുപാട് വലിയ വീട് പോലെയൊക്കെ തോന്നണ്ടല്ലോ എന്ന് കരുതി അവൾ സൈഡിലേക്ക് നോക്കുമ്പോഴാവട്ടെ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അങ്കിള് അവിടെ ഇരിക്കുന്നു. ഹീറോയിൻ ആവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. നിങ്ങളെന്താ ഇവിടെ? അല്ല ഞാനെന്താ നിങ്ങളുടെ കൂടെ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാളാവട്ടെ അയാളുടെ മുഖത്ത് വലിയ ഷോക്കൊന്നും ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഹീറോ എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ അയാൾ തിരിഞ്ഞ് ബെഡ്റൂമിന്റെ സൈഡിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ അവരുടെ മാരേജ് ഫോട്ടോ ഇരിക്കുന്നതായി കാണുന്നത്. അങ്ങനെ ഈ ഫോട്ടോ നമ്മുടെ ഹീറോയിനും എടുത്തു നോക്കുന്നുണ്ട്. 5 വർഷം മുമ്പോട്ടേക്ക് അവർ ടൈം ട്രാവൽ ചെയ്തു വന്നിരിക്കുന്നു എന്നുള്ള സത്യം അവരിരുവരും മനസ്സിലാക്കുന്നു. ഹീറോയിനാവട്ടെ ആകെ ടെൻഷൻ അടിച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അതെങ്ങനെ ശരിയാവും? നമ്മൾ രണ്ടുപേരും എങ്ങനെ വിവാഹം കഴിക്കുമെന്നൊക്കെ അവൾ ഉറക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ആദ്യം നീ സമാധാനത്തോടെ അവിടെ എങ്ങാണോ നീ ഇരിക്കും, ഇങ്ങനെ കിടന്ന് വായിട്ട് അലക്കാതെ എന്ന് പറയുന്നു. അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്ര സമാധാനമായി എങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നു എന്ന്. തലേന്ന് വരെ ഞാൻ നിങ്ങളുടെ അനന്തരവന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു, ഇപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങളുടെ ഭാര്യയാവും? ഇതൊക്കെ എങ്ങനെ സാധ്യമാവും എന്ന് ആലോചിച്ച് അവൾ വല്ലാതെ ടെൻഷനായിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്. നിന്നെ പോലെ ഒരുത്തിയെ എങ്ങനെ ഞാൻ വിവാഹം കഴിച്ചു എന്ന് എനിക്കും മനസ്സിലാവുന്നില്ല എന്ന് ഹീറോ പറയുമ്പോൾ അവൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഹീറോയുടെ ദേഷ്യത്തോട് തന്നെ അവൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്ലിപ്പായി അവൻ്റെ ദേഹത്തേക്ക് വീഴുന്നു. ഈ സമയത്ത് അവൻ്റെ ദേഹത്തുണ്ടായിരുന്ന ഡ്രസ്സ് ശകലം മാറുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ദേഹത്തുള്ള ഹിക്കിയുടെ പാടുകളൊക്കെ അവൾ കാണുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഞാനാണോ ചെയ്തേ എന്ന് സംശയത്തോടെ ചോദിക്കുന്നു. അല്ല, ഇതൊരു പട്ടി കടിച്ചയാണെന്ന് ഹീറോ പറയുന്നുണ്ട്. ആരെ നോക്കിയിട്ടാണ് പട്ടി എന്നൊക്കെ പറയുന്നതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവൻ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, നിന്നെ കണ്ടിട്ട് തന്നെയാ പട്ടി എന്ന് പറയുന്നു. നായകൾക്കല്ലാതെ ഇങ്ങനെ ഇത്രമാത്രം കടിക്കാൻ പറ്റുമെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഹീറോയിനാവട്ടെ അവളുടെ ഡ്രസ്സും ഒന്ന് മാറ്റിയിട്ട് ദാ ഇത് നോക്ക്, അപ്പോൾ നീ നായ തന്നെയല്ലേ, എൻ്റെ ദേഹം മൊത്തവും ഹിക്കയുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിനാവട്ടെ അവൻ്റെ കൂടെ വഴക്കിനൊരുങ്ങുന്നുണ്ടെങ്കിലും ആക്ച്വലി അവർക്ക് രണ്ടുപേർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. ഹീറോയിനാവട്ടെ അവൻ്റെ കൂടെ ഡിവോഴ്സിനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, അങ്ങനെ എളുപ്പമൊന്നും ഡിവോഴ്സ് ചെയ്യാൻ സാധിക്കത്തില്ല. അവർ എന്ത് കാരണത്താലാണ് വിവാഹം കഴിച്ചതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വിവാഹമോചനത്തെ പറ്റി ചിന്തിക്കാൻ പറ്റൂ എന്ന് പറയുന്നു. ഈ സമയത്താണ് ഹീറോയുടെ അമ്മയുടെ കോൾ അയാൾക്ക് വരുന്നത്. തൻ്റെ മരുമകളെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവർ വിളിച്ചിരുന്നത്. നമ്മുടെ ഹീറോയുടെ പേര് ഗിൻഷാവോ എന്നാണ്. ഈ ടൈമിലെ ഹീറോയിൻ ആവട്ടെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീയാണെങ്കിൽ നിന്റെ അനന്തരവനെ വിവാഹം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല, ഇപ്പോൾ നീ തന്നെ എന്നെ വിവാഹം കഴിച്ചിരിക്കുകയാണ്.
അതിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, നീ എന്ത് ട്രിക്ക് ഉപയോഗിച്ചാ എന്നെ കല്യാണം കഴിച്ച് എന്ന് ആർക്കറിയാമെന്ന്. അങ്ങനെ ഇത് കേട്ട് ദേഷ്യം വന്ന ഹീറോയിൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ സംസാരം നിർത്ത്, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അന്ന് ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴേ പറഞ്ഞതല്ലേ, ഇനി നീ വന്ന് എൻ്റെ കാല് പിടിച്ചാൽ മാത്രമേ ഈ വീട്ടിലേക്ക് കാല് കുത്തത്തോളൂ എന്ന്. ഇപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞിരിക്കും. നീ എൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങി, അതുകൊണ്ട് തന്നെ വന്ന് എൻ്റെ കാല് പിടിച്ച് നിന്റെ അനന്തരവൻ്റെ അടുത്ത് നിന്ന് എന്നെ തട്ടിയെടുത്തതാണെന്നൊക്കെ പറയുന്നു. യുവാവ് അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് മാനസിക നില തെറ്റിയെന്നാ തോന്നുന്നത്? ഞാനൊരു കണ്ണുപൊട്ടനൊന്നുമല്ല, നിന്നെ പോലെ ഒരുത്തിയെ കടത്തിക്കൊണ്ടുവന്ന് വിവാഹം കഴിക്കാൻ എന്നൊക്കെ ഹീറോ പറയുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വലിയ വഴക്ക് തന്നെ ആവുന്നുണ്ട്. അങ്ങനെ ഹീറോ പറയുന്നുണ്ട്, എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞതെന്ന് അറിയത്തില്ല, പക്ഷെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൂടി ആവശ്യമാണ്. അതിന് കാരണം തൻ്റെ കമ്പനി തന്നെയാണ്. ഇങ്ങനെ പെട്ടെന്ന് തന്നെ പണക്കാരനായ ഞാൻ ഒരു ഡിവോഴ്സ് ചെയ്ത് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തൻ്റെ കമ്പനിയെ വല്ലാതെ ബാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് നാളത്തേക്ക് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായി തുടരാം, അതിനുശേഷം ഡിവോഴ്സ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയാൽ ഉടനടി തന്നെ അതിന് ശ്രമിക്കാമെന്നും ഹീറോ പറയുന്നു. അങ്ങനെ ഹീറോ ആവട്ടെ അവൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഹീറോയിനെ റെഡിയാക്കാനായി കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഇരിക്കുന്ന ഓർണമെന്റ്സും അതുപോലെ ഡ്രസ്സും അവളുടെ സാധനങ്ങളും ഒക്കെ കണ്ടിട്ട് അവളാകെ അന്തം വിടുന്നുണ്ട്. ഇതൊക്കെ അവളുടെ തന്നെയാണെന്ന് ഹീറോയിൻ വളരെ സന്തോഷത്തോടെ തന്നെ ഹീറോയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, മതി, നീ നിർത്തിക്കോ, ഇതുവരെ കാണാത്ത രീതിയിൽ ഇതൊക്കെ നീ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും കണ്ടാൽ ഇപ്പോൾ തന്നെ പിടിക്കപ്പെടുമെന്നൊക്കെ ഹീറോ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയും ഹീറോയിനും കൂടി റെഡിയായിട്ട് ഹീറോയുടെ അമ്മയെ കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ അവർ മീറ്റ് ചെയ്യുന്നു. ഹീറോയിനെ ആവട്ടെ ഹീറോയുടെ അമ്മ നന്നായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരെന്തോ അവളോട് മറക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഷാഫങ്ങിന്റെ കാര്യം അവർ പറയാൻ വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് നിർത്തുന്നുണ്ട്. ഷാഫങ്ങിന്റെ കാര്യം തന്നെയാണ് അവർ പറയാൻ വന്നതെന്ന് ഹീറോയിന് മനസ്സിലാവുന്നുമുണ്ട്. ഇന്ന് രാത്രി 8 മണിക്ക് ഒരു പാർട്ടി നടക്കുന്നുണ്ടും അതിലാരൊക്കെയോ പങ്കെടുക്കുന്നില്ല എന്നും അവന്റെ അമ്മ പറയുന്നുണ്ട്. ശരിക്കും ഹീറോയുടെ അച്ഛൻ പോലും ആ പാർട്ടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നു. എക്സാക്റ്റുള്ള കാരണം എന്താണെന്ന് അറിയത്തില്ല, എന്നിരുന്നാലും ഹീറോയുടെ അച്ഛൻ പങ്കെടുക്കുന്നില്ല. ഈ സമയത്ത് തന്നെ ഹീറോയുടെ ഫോണിൽ ഒരു റിമൈൻഡർ മെസ്സേജ് വരുന്നുണ്ട്. എല്ലാ ദിവസവും 12 മണിക്ക് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലവും അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവിടെ പോയി നോക്കാമെന്ന് കരുതി അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. അവന്റെ അമ്മയ്ക്ക് ഡൗട്ട് തോന്നിക്കൂടാ എന്ന് കരുതി ഹീറോ ആവട്ടെ ഹീറോയിന്റെ നെറ്റിയിൽ കിസ് ചെയ്യുന്നുണ്ട്. അവൾക്ക് എന്ത് പ്രോബ്ലം സംഭവിച്ചാലും ഉടനടി തന്നെ അവനെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. ഹീറോയിനാവട്ടെ ഇവൻ എന്തൊക്കെയായി ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഫോണിൽ വന്ന റിമൈൻഡർ മെസ്സേജ് അനുസരിച്ച് സ്ഥലത്ത് തന്നെ ഹീറോ ഇതിനോടകം എത്തിക്കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് ഒരു ചെറിയ പയ്യൻ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഹീറോ ആവട്ടെ ആ കുട്ടി ഇങ്ങനെ ചെയ്തതിൽ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അവൻ ഇപ്പോഴാണ് അറിയുന്നത് അവൻ ആ കുട്ടിയുടെ അച്ഛനാണെന്നുള്ള വിവരം പോലും. ഹീറോയിനാവട്ടെ ഈ സമയം കൊണ്ട് ഹീറോയുടെ അമ്മയെടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് പഴയ കാര്യങ്ങളെ പൊടി തട്ടി എടുക്കാമോ എന്ന് കരുതി അവരോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയുടെ അമ്മയാവട്ടെ പഴയ കാര്യങ്ങളൊക്കെ ഇനി ഓർത്തെടുത്തിട്ട് എന്തിനാ, അതൊക്കെ മറന്നു കളയാൻ അവളോട് പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമല്ലേ അത് മറന്നു കളയേണ്ട കാര്യമുള്ളൂ എന്ന്. ഈ ടൈമിൽ തന്നെ ഹീറോയുടെ അമ്മയുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അവളുടെ പേര് സി എന്നാണ്. ഹീറോയുടെ അമ്മയോട് വളരെ അടുപ്പമുള്ളത് പോലെയാണ് ആ പെൺകുട്ടി പെരുമാറിയിരുന്നത്. ഹീറോയിനെ നോക്കിയിട്ട് അവൾക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഹീറോയുടെ അമ്മയെടുത്ത് പറയുന്നുണ്ട്, എത്രയോ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ഈ ഒരു ഡിന്നർ പാർട്ടിക്ക് ഒത്തുകൂടുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒട്ടും ചേർക്കാൻ പറ്റാത്ത ഒരാള് നമ്മുടെ കുടുംബത്തിൽ വന്നു ചേർന്നത് കൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ളവർ 4 വഴിക്കായി പോയെന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട്. ഈ ടൈമിൽ ഹീറോയുടെ അമ്മ പറയുന്നുണ്ട്, ഈ പഴയനെ പറ്റി ഒന്നും ആലോചിക്കേണ്ട എന്ന്. എന്നാൽ ഹീറോയിന് ഈ സമയത്ത് മനസ്സിലാവുന്നുണ്ട് സിസിക്കും അവരുടെ പാസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത്. ഹീറോയിനും അതുപോലെ ഹീറോയുടെ അമ്മയും കൂടി ഈ സമയം കൊണ്ട് തന്നെ പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തിയിരുന്നു. ഹീറോ ആവട്ടെ അവിടെ നിന്ന് പോയിട്ട് കുറെ നേരമായില്ലേ, പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് അവന്റെ മകനെയും കൊണ്ടുപോകുന്നുണ്ട്. എന്തൊക്കെയോ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഹീറോ അവന്റെ മകനെ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇത്രയും നാള്. അയാളുടെ പിയ്ക്കും വല്ലാത്ത സംശയം തോന്നുന്നുണ്ട്. കാരണം ഇത്രയും നാളും മറച്ചു വെച്ച് തൻ്റെ മകനെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പഴയതൊന്നും ഓർമ്മയില്ലാത്ത ഹീറോ ആവട്ടെ നേരെ തന്നെ ആ കുട്ടിയും കൊണ്ട് പാർട്ടിയിലേക്ക് പോവുകയായിരുന്നു. ഹീറോയിനാവട്ടെ പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തിയിരുന്നല്ലോ. അവിടെ ആവട്ടെ ഈ സിസിയും അവളുടെ കുറെ കൂട്ടുകാരികളും ഉണ്ടായിരുന്നു. അവർ ഹീറോയിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹീറോയിന്റെ മാരേജ് കഴിഞ്ഞിട്ട് 5 വർഷമായി അവർക്ക് ഇരുവരെയും ഒരു കുട്ടി പിറന്നിട്ടില്ല എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ഹീറോയിന് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ട് തന്നെ ഹീറോയെ ഡിവോഴ്സ് ചെയ്യാൻ മറ്റൊരു കാരണവും തേടി പോകണ്ട എന്ന് അവൾ മനസ്സിൽ കരുതി സന്തോഷിക്കുന്നു.
അങ്ങനെ ഹീറോയിനാവട്ടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഈ പെൺകുട്ടികൾ വീണ്ടും പറയുന്നുണ്ട് ഹീറോയിനാവട്ടെ ഇതുപോലെ ഒരു ഡ്രസ്സ് ഇതുവരെ ഇട്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല, അവൾ വെറും ഒരു മിഡിൽ ക്ലാസ് വീട്ടിലെ പെൺകുട്ടിയല്ലേ, ഇതുപോലെയുള്ള ഫംഗ്ഷന് പോലും അവൾ എത്തിയിട്ടുണ്ടായിരിക്കില്ല ഇതിനു മുമ്പെന്നൊക്കെ പറഞ്ഞ് അവർ അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഹീറോയിൻ ഇതൊക്കെ കേട്ടിട്ട് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ആദ്യം അവൾ ഷാഫങ്ങിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടാണ് വീട്ടിലേക്ക് കടന്നു വന്നതെന്നും ഇപ്പോൾ അവൻ്റെ അങ്കിളിനെ വളച്ച് മയക്കി എടുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഹീറോയിനെ കുറിച്ച് വളരെ മോശമായി തന്നെ ആ പെൺകുട്ടികൾ സംസാരിക്കുന്നുണ്ട്. ഇതും കൂടെ കേട്ടപ്പോൾ ഹീറോയിന് സഹിക്കാൻ സാധിച്ചിരുന്നില്ല. അവൾ അവരോട് വഴക്കിന് തന്നെ ഒരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് ആയിരുന്നു ഹീറോയും അതുപോലെ ആ കൊച്ചുകുട്ടിയും കൂടെ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. ആ കൊച്ചു പയ്യനാവട്ടെ ഓടി വന്ന് അവൾ അമ്മയെന്ന് പറഞ്ഞ് ഹഗ് ചെയ്യുന്നുണ്ട്. ഹീറോയിനാവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അവിടെ ഉള്ളവരെല്ലാം ഇത് കണ്ടിട്ട് ഷോക്ക് ആവുന്നുണ്ട്. ഈ സമയത്ത് ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് സീസി ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട് വേറെ ആരാ, ഞാൻ തന്നെയാണെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ഹീറോയിന്റെ തലയാകെ പൊളിഞ്ഞിരിക്കുകയായിരുന്നു. ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട് ഇത് നമ്മുടെ മകനാണ്, നീയാണ് അവന്റെ അമ്മ, ആർക്കും സംശയം തോന്നാത്ത മട്ടിൽ തന്നെ അവനോട് പെരുമാറാൻ. ഉടനടി അവളൊന്ന് ജാളിയതയോടെ ചിരിച്ചിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ടാങ്ക് എന്നാണ് ഈ കൊച്ചുകുട്ടിയുടെ പേര്. ഹീറോയുടെ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത്രയും നാൾ നീ ടാങ്കിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നു, മറ്റുള്ള പൊതുസ്ഥലങ്ങളിലൊന്നും കൊണ്ടുവരില്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഹീറോ പറയുന്നുണ്ട് വേണ്ട അമ്മേ, ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ മകൻ പുറലോകമൊക്കെ കണ്ട് എല്ലാവരും അറിഞ്ഞു തന്നെ വളരട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അവൻ്റെ അമ്മയും സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് ഇത് തന്നെയല്ലേ നിന്നോട് ഞാൻ മുൻപേയും പറഞ്ഞേന്ന്. അങ്ങനെ ഹീറോയും ഹീറോയിനും കൂടി റൂഫ് ടോപ്പിലേക്ക് പോകുന്നുണ്ട്. ഹീറോയിൻ അവിടെ വല്ലാതെ ഭ്രാന്ത് പിടിച്ചതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. 5 വർഷങ്ങൾക്ക് മുമ്പ് അവളെ ഹീറോയെ കാണുന്നത്, അതും അവളുടെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് അയാളെ കാണാൻ വരികയായിരുന്നു. ഇപ്പോഴാവട്ടെ ബോയ് ഫ്രണ്ടിനെ അങ്കിളിനെ തന്നെ വിവാഹം കഴിച്ച് 4.5 വയസ്സുള്ള ഒരു കുട്ടിയും അതിലുണ്ടെന്ന്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് അവൾക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഹീറോ ഈ സമയത്ത് അവളുടെ അടുത്ത് പറയുന്നുണ്ട് നീ ഇങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കേണ്ട, നിനക്ക് വല്ല അസുഖവും പിടിക്കും, ഇങ്ങനെ ടെൻഷനായിട്ട് ആലോചിക്കാൻ തുടങ്ങിയാലെന്ന് പറയുമ്പോൾ അവൾ ഹീറോ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര നോർമലായിട്ട് പെരുമാറാൻ പറ്റും, എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുകയാണ്. ഹീറോ ആവട്ടെ ഒന്നിനും വലുതായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം അവൻ റിയാലിറ്റിയെ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ അവനാവട്ടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈൻ ഗ്ലാസ് ഹീറോയിൻ്റെ വായിലേക്കും കുറച്ച് പകർന്നു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങനെ ഒരു പ്രവൃത്തി അവൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഉണ്ടായതെന്ന് അവനും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ 5 വർഷമായി അവളെ നന്നായി തന്നെ അവൻ നോക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ് പെട്ടെന്ന് ആ വൈൻ ഗ്ലാസ്സിലെ ഡ്രിങ്ക് അവൾക്കും കൂടി കൊടുത്തേ എന്ന് അവൻ മനസ്സിലാക്കുന്നു. ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട് ആ കുട്ടിപ്പയ്യൻ ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല, കാരണം അവന് നമ്മുടെ സ്നേഹം ഇപ്പോൾ ആവശ്യമാണ്. അല്ലെങ്കിലും നമ്മളിരുവരും 5 വർഷം ടൈം ട്രാവലും ചെയ്ത് മുൻപോട്ട് വന്നിരിക്കുന്നു എന്നുള്ള കാര്യം അവൻ്റെ കൂടെ പറഞ്ഞാലും ആ കുഞ്ഞു മനസ്സത് വിശ്വസിക്കുമോ? ഒരു ചെറുകഥ കേൾക്കുന്നത് പോലെ അവനിതൊക്കെ തോന്നൂ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ അടുത്ത് അവിടെ പോയി ഇരിക്കാൻ പറയുന്നുണ്ട്. അവളാവട്ടെ തലയ്ക്ക് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോവുകയായിരുന്നു. ഈ സമയത്ത് സീസി ആവട്ടെ അവളോട് വഴക്കിന് വരുന്നുണ്ട്. ആരും അറിയാതെ അയാളുടെ കുഞ്ഞിനെ നീ പ്രസവിച്ചില്ലേ, എന്നിട്ട് ഇത്രയും നാളും പുറം ലോകത്തെ അറിയിക്കാതെ വളർത്തിയില്ലേ എന്നൊക്കെ ചോദിച്ച് അവളെ അടിക്കാനൊരുങ്ങുന്നുണ്ട്. ഷാഫങ്ങും ഈ സമയത്ത് ഹീറോയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹീറോ ആവട്ടെ ഹീറോയിനെ നന്നായി പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഷാഫങ് ആവട്ടെ സിയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നുമുണ്ട്. ഹീറോയിൻ എന്താണ് കാര്യമെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഹീറോ അവളെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴും അവളുടെ അടുത്തുള്ളപ്പോഴും എല്ലാം അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല അവൻ അടുത്തുള്ളപ്പോഴെല്ലാം അവൾക്കൊരു സേഫ്റ്റി അനുഭവപ്പെട്ടു. അപ്പോഴാണ് അവൾ ഷാഫങ്ങിനെ ശ്രദ്ധിക്കുന്നത്. അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ അവൾക്ക് സാധിച്ചിരുന്നേയില്ല. അവൾ ആലോചിക്കുന്നുണ്ട് എന്തിനായിരിക്കും നമ്മളിരുവരും ബ്രേക്കപ്പ് ആയെന്നും അതിനുശേഷം ഹീറോയെ വിവാഹം കഴിച്ചെന്നുമൊക്കെ. ആ സംശയത്തിൽ തന്നെ അവൾ ഷാഫങ്ങിനെ നോക്കുമ്പോൾ ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട് അവനെ നോക്കരുതെന്ന്. അതിനുശേഷം അവർ 5 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് കണ്ടുമുട്ടിയെന്നുള്ള വിവരങ്ങളാണ് കാണിക്കുന്നത്. 2 മാസമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവർ തമ്മിലുള്ള പ്രണയബന്ധം തുടങ്ങിയിട്ട്. ഷാഫങ് അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് അവളെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഹീറോയിനും അവനെ വല്ലാതെ ഇഷ്ടപ്പെടുകയും അങ്ങനെ അവർ പ്രണയത്തിലാവുകയും ചെയ്യുന്നു. എന്നാൽ 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഷാഫങ് ഇതുപോലെ അവളുടെ അടുത്ത് വന്ന് പറയുന്നത് അവളെ ഫാമിലിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാമെന്ന്. എന്നാൽ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ പ്രണയത്തിലായിട്ട് ഒരുപാട് നാളായില്ലല്ലോ, 2 മാസമല്ലേ ആയുള്ളൂ എന്ന്. എന്നാൽ ഷാഫങ് പറയുന്നുണ്ട് അങ്ങനെ ഇനി വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല, അവളെ ഇനി മിസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഉടനടി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. ആ ദിവസത്തിൻ്റെ അന്നാണ് ടൈം ട്രാവൽ ചെയ്ത് ഹീറോയും ഹീറോയിനും കൂടി 5 വർഷം മുമ്പിലോട്ട് വന്നിരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് ഷാഫങ് ആവട്ടെ അവളുടെ കൂടെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ പറയുന്നുണ്ട് അവളെ ഇവളൊന്നും വിളിക്കാതെ അവളിപ്പോൾ നിന്റെ ആൻറ്റിയാണെന്ന്, ആൻറ്റി എന്ന് പറഞ്ഞ് തന്നെ അവളെ വിളിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഹീറോ ആവട്ടെ അവൻ്റെ കൂടെ പറയുന്നുണ്ട് നീ കൊണ്ടുവന്നിരിക്കുന്ന ഈ പെൺകുട്ടിയോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം, ഇവളെൻ്റെ വൈഫാണ്, ഇവളെ നിങ്ങൾ ഇതുപോലെ കൈയൂങ്ങി അടിക്കാനൊന്നും നോക്കുന്നത് ശരിയല്ല, ഇനി ഇങ്ങനെ ചെയ്താൽ അതിന് തക്കതായ ശിക്ഷ തന്നെ അവൾക്ക് ലഭിക്കുമെന്നും ഹീറോ പറയുന്നു. അങ്ങനെ ഷാഫങ് പറയുന്നുണ്ട് സീസി തൻ്റെ കൂടെ വന്നേയല്ല എന്ന്. ഉടനടി തന്നെ സീസി അവനോട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയുന്നേന്ന്. ഈ സീസിയുടെ സിസ്റ്ററാണ് മിയ. ഈ മിയയായിട്ടാണ് ഷാഫങ്ങിൻ്റെ വിവാഹം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്.
അപ്പോൾ അവളുടെ സഹോദരിയാണ് ഈ സിസിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ സഹോദരിക്ക് ഒരു വിലയും തരുന്നില്ലേ എന്ന് സിസി ഷാഫങ്ങിനോട് ചോദിക്കുമ്പോൾ, നീ സംസാരിച്ചതൊക്കെ മതി, ഇപ്പോൾ തന്നെ അവളോട് സോറി പറയാൻ പറയുന്നു. എന്നാൽ സിസി അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് അവളോട് സോറി പറയുന്നത്? അവളില്ലായിരുന്നെങ്കിൽ നമ്മുടെ കുടുംബം ഇങ്ങനെ ചിന്ന ഭിന്നമായി പോകില്ലായിരുന്നു. എൻ്റെ സഹോദരിക്കും ഇപ്പോൾ ഇവള് കാരണം വേദനിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. എന്നാൽ ഷാഫങ് ആ സംസാരം അവിടെ വെച്ച് തന്നെ നിർത്തുന്നു. ഹീറോയിനാവട്ടെ അവരുടെ സംസാരം മുഴുവൻ കേട്ടാൽ ചിലപ്പോൾ അവരുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, നീ അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ, നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്, ആ മര്യാദയ്ക്കുള്ള പെരുമാറ്റം നീ കാണിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഹീറോയിനാവട്ടെ ഹീറോയുടെ അടുത്ത് തനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോ ഓക്കെ പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ഷാഫങ് ഇതൊക്കെ വളരെ വിഷമത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് മിയ അവർ പോയതിനെ തുടർന്ന് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അവളാവട്ടെ, നിന്റെ അങ്കിളിനെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കുന്നു, നിനക്ക് ഇപ്പോഴും അവളൊരു സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അവൾ എന്നെ നോക്കി നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ ഇപ്പോഴും എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന്. ഇത് കേട്ട സിസി ആവട്ടെ വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്റെ സഹോദരി ആവട്ടെ നിന്നെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ അവൾക്കാവട്ടെ 5 വർഷമായി നിന്റെ അങ്കിളിനെ വിവാഹം കഴിച്ച് അതിലൊരു കുട്ടിയുമുണ്ട്. നീ ഇപ്പോഴും അവളെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? എല്ലാവരുടെ ജീവിതത്തിലെ സന്തോഷം നശിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശമെന്ന് അവൾ ഷാഫങ്ങിനോട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ മിയ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവളാണ് ഷാഫങ്ങിന്റെ ഫിയാൻസിയും അതുപോലെ തന്നെ സിസിയുടെ സഹോദരിയും. ആ പെൺകുട്ടി ഷാഫങ്ങിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആ പെൺകുട്ടിയോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പോയി സംസാരിക്കുന്നു എന്ന് നല്ലൊരു പെൺകുട്ടിയുടെ രീതിയിൽ തന്നെ അയാളോട് പറയുന്നു. ഇവിടെ ഹീറോ ആവട്ടെ ഹീറോയിനെ വല്ലാതെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ അവനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടല്ലോ, നിന്റെ നോട്ടം കണ്ടാൽ നീ ഓടിപ്പോയി അവനെ ഹഗ് ചെയ്യുമെന്ന് തോന്നുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ വളരെ ക്യൂരിയോസിറ്റിയിലാണ് ഇരിക്കുന്നത്. എന്താ നടന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ അതിശയിപ്പിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇന്നലെ വരെ ഞാൻ അവൻ്റെ ഗേൾഫ്രണ്ട് ആയിരിക്കുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഭാര്യയായി ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഹീറോയിന് കരച്ചിൽ വരുന്നുണ്ട്. അവൾ അങ്ങനെ തന്നെ അവിടെ ഇരുന്ന് കരയുന്നു. ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ കരയൊന്നും വേണ്ട, നിന്നെ ബ്ലെയിം ചെയ്യാനായിട്ടല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നീ അങ്ങനെയൊന്നും അവനെ നോക്കിക്കൂടാ എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പെട്ടെന്ന് തന്നെ റൂമേഴ്സ് സ്പ്രെഡ് ആവുകയും അത് നമുക്ക് തന്നെ മോശമായി ബാധിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഹീറോയിന് കുറച്ച് സമാധാനമാവുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ മഞ്ഞ് ചെറുതായിട്ടൊന്ന് ഒരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, അവളുടെ അടുത്ത് പോയി സോഫയിലേക്ക് കിടന്നോളാം. ഇവള് ഓക്കെ പറഞ്ഞ് സോഫയിലേക്ക് കിടക്കാൻ പോകുന്നുണ്ടെങ്കിലും അവൾ ഹീറോ അടുത്ത് തിരിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്, ഞാനെന്തിനാ സോഫയിൽ കിടക്കുന്നത്, നിങ്ങൾക്ക് കിടന്നൂടെ എന്ന്. അവസാനം ഹീറോയിനും തമ്മിൽ അവിടെ ഒരു തർക്കം ഉണ്ടാവുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ലാതെ ഹീറോയിൻ തന്നെ സോഫയിലേക്ക് പോയി കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കാൻ പോകുന്ന സമയത്താണ് അവിടെ സോഫയിൽ റൊമാൻറ്റിക് ആയിട്ടിരിക്കുമ്പോൾ ഒരു പാർട്ട്ണറുടെ കയ്യിൽ കിട്ടുന്ന ഒരു വസ്തു അവൾ കാണുന്നത്. ഒരു കൈവിലങ്ങ് മാതിരി ഇരിക്കും. ഹീറോയിൻ ആവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവള് തലയണ വെച്ച് അത് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഇത് കാണുന്നുണ്ട്. എന്താണ് അവൾ മറച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാനിപ്പോൾ കുളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് വലിയുന്നുണ്ട്. അതൊക്കെ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം അവൾ സോഫയിലേക്ക് വന്ന് കിടക്കുന്നുണ്ട്. ഹീറോ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അവള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഹീറോ ആലോചിക്കുന്നുണ്ട്. ഷാഫങ് ആവട്ടെ ഹീറോയിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ പ്രണയത്തിലായ വിവരം ഹീറോ ഇതിനോടകം തന്നെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എങ്ങനെയുള്ള പെൺകുട്ടിയാണെന്നറിയാൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട് ഹീറോ. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്താവട്ടെ ഹീറോയിൻ വളരെ മോശപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്ന് അറിയുന്നു. അതുകൊണ്ടാണ് അന്ന് ഹീറോയെ കാണാൻ വീട്ടിലേക്ക് വന്നപ്പോൾ അവളെക്കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറയുകയും അവളെ അപമാനിച്ചു വിടുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഹീറോയിനെ കുറിച്ച് കുറച്ചും കൂടിയൊക്കെ അറിയാൻ സാധിച്ചത് കൊണ്ട് തന്നെ അവന് വല്ലാത്ത സംശയം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ PA വിളിച്ചിട്ട് ഉടനടി തന്നെ വീണ്ടും ഹീറോയിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഈ സമയത്താണ് അവള് സോഫയിൽ കിടക്കുന്നത്. അവൾക്ക് അത്ര കംഫോർട്ട് അല്ല എന്ന് തോന്നിയിട്ട് തന്നെ ഹീറോ അവളെ എടുത്തുകൊണ്ട് ബെഡിലേക്ക് കിടത്താൻ പോകുമ്പോൾ അവളാവട്ടെ ഹീറോ നെഞ്ചിനടുത്തോട് ചേർന്നിട്ട് തന്നെ ഷാഫങ് എന്ന് വിളിക്കുന്നു. ഇത് കേട്ട ഹീറോ ആവട്ടെ അവളെ ദേഷ്യത്തോടെ തന്നെ ബെഡിലേക്ക് ഇടുന്നു. ഹീറോയിനാവട്ടെ ഉറക്കത്തിൽ നിന്ന് ഈ സമയത്ത് എഴുന്നേറ്റിട്ട് പിച്ചും പേയും ഒക്കെ പറയുന്നുണ്ട്, ഭൂമി ഉലക്കം വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ എടുത്തുകൊണ്ട് ഇവിടെ കിടത്തിയത്? എന്നോടുള്ള പരുഷമായ പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്നവള് ചോദിക്കുമ്പോൾ, നീ സോഫയിൽ കിടക്കുന്ന പോസ്റ്റർ അത്ര ശരിയായിട്ടല്ലായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ ഇപ്പോൾ ഈ കട്ടിലേക്ക് എടുത്തുകൊണ്ട് കിടത്തിയെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ ആ രീതിയിലൊന്നും കിടക്കത്തില്ല, നിങ്ങൾ ചുമ്മാ കള്ളം പറയുകയാണെന്ന്. അങ്ങനെ പറഞ്ഞ് അവള് വീണ്ടും തർക്കത്തിനൊരുങ്ങുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, നീ അവിടെ കാണാൻ കിടന്നുറങ്ങുമെന്ന്. ഈ സമയത്ത് വീണ്ടും അവളെ നോക്കുമ്പോൾ ഹീറോയ്ക്ക് സംശയം തോന്നുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഞാൻ അവളെ തന്നെ എൻ്റെ ഭാര്യയായി തിരഞ്ഞെടുത്തത്? എന്തെങ്കിലും വ്യക്തമായ ഒരു കാരണമില്ലാതെ അവളെ തൻ്റെ ഭാര്യയാക്കാൻ സാധ്യതയില്ല. അവളെ
അവളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടി തിരക്കി അറിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തായിരിക്കാമെന്ന് കണ്ടുപിടിക്കാമെന്ന് കരുതി ഹീറോ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് അവളുടെ ഫാമിലി പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ പറയുന്നുണ്ട് അവളുടെ അച്ഛനമ്മമാര് ഡിവോഴ്സ് ആയതാണ്, അതുകൊണ്ട് തന്നെ അവർ പിന്നീട് വേറെ വിവാഹവും കഴിച്ചു എന്ന്. ഹീറോയിൻ്റെ അച്ഛനാവട്ടെ മറ്റൊരു വിവാഹം കഴിച്ച് അതിലൊരു കുട്ടിയും ഉണ്ടായിരുന്നു. ഹീറോയിനെ വളർത്തി വലുതാക്കിയതൊക്കെ അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടിയാണ്. അവൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചതെന്നൊക്കെ കേട്ടപ്പോൾ ഹീറോയ്ക്കും വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. ഇങ്ങനെയൊരു ജീവിതമാണല്ലോ അവൾ നയിച്ചിരുന്നേന്ന് ഓർത്തിട്ട്. കോളേജിലെ ഫീസ് അടയ്ക്കാൻ പോലും നിവർത്തിയില്ലായിരുന്നു എന്നൊക്കെ ഹീറോയിൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ അവിടെ സംശയത്തോടെ അവൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എന്നെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമില്ലാതെ പോയത്? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്കോടെയൊക്കെയാണ് പാസ്സായത്. കാണാനും അത്ര തരക്കേടില്ല, എൻ്റെ സ്വഭാവത്തിനും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ എന്തിനാണ് എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെയുള്ള അപവാദങ്ങൾ അന്ന് പറഞ്ഞേ എന്ന് അവൾ അയാളോട് ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ്, നിങ്ങളെപ്പോലെ പണക്കാരുടെ വീട്ടിലേക്ക് കയറി വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വല്ലാതെ വിഷമം ഉണ്ടാക്കുമെന്നറിയാം. എന്നിരുന്നാലും എന്നെക്കുറിച്ച് അത്രയും മോശമായി പറയാനുള്ള കാരണം എന്താണെന്ന് അവൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വരുന്നതിന് മുമ്പ് തന്നെ നീ ഷാഫങ്ങുമായി പ്രണയത്തിലാന്നുള്ള വിവരം അറിഞ്ഞ് നിന്നെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തായിരുന്നു. പക്ഷേ നീ ഒരു മോശക്കാരിയായ പെൺകുട്ടിയാണെന്നൊരു കോൾ എനിക്ക് വന്നായിരുന്നു. അതൊരു ഫേക്ക് കോളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നീ എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് അവളോട് സോറി ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനും കിടക്കുന്നുണ്ട്. അവൾ ആലോചിക്കുന്നുണ്ട്, ഹീറോ വളരെ സൗമ്യമായി തന്നെയാണല്ലോ ഇപ്പോൾ അവളോട് പെരുമാറിയിരിക്കുന്നത്. ഫസ്റ്റ് ഹീറോയെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം അയാളോടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ദേഷ്യം അയാളോടുണ്ടായിരുന്നില്ല. ഹീറോ അവൾ കരുതിയിരുന്ന പോലെ മോശക്കാരനോ മുരടനോ ഒന്നും അല്ല എന്ന് കരുതി തന്നെ അവൾ സമാധാനത്തോടെ ഉറങ്ങുന്നു. പിന്നീട് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. ഹീറോയിൻ ഉറക്കമുണർന്നു വരുമ്പോൾ ഹീറോ ആവട്ടെ എഴുന്നേറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഹീറോ ആവട്ടെ രാവിലെ തന്നെ എഴുന്നേറ്റ് ജോഗിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നായിരുന്നു ആഹാരം കഴിക്കുന്നത്. ഹീറോയിൻ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇത്ര രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ആഹാരം കഴിക്കാനും തുടങ്ങിയോ എന്ന്. ഈ സമയത്ത് ബട്ട്ലർ അവളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയും നാളുമായിട്ട് അറിയത്തില്ലേ, സാറ് രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് ജോഗിങ്ങിനൊക്കെ പോയി എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷായി 8 മണിയാകുമ്പോൾ തന്നെ ആഹാരം കഴിക്കുമെന്ന്. 5 വർഷമായില്ലേ വിവാഹം കഴിഞ്ഞിട്ട് എന്നൊക്കെ ബട്ട്ലർ അവളോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ പറയുന്നിട്ട് ഹീറോയിൻ ചിരിക്കുക മാത്രമേ ചെയ്തോളൂ, മറ്റൊന്നും പറയാൻ അവൾക്കുണ്ടായിരുന്നില്ല. അതിനുശേഷം ബട്ട്ലറോട് അവൾ ചോദിക്കുന്നുണ്ട്, ഇത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡുകൾ എന്തിനാണ്, ആകെ 2 പേര് മാത്രമേ ഇവിടെ ഉള്ളല്ലോ, അതുകൊണ്ട് കുറച്ച് ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബട്ട്ലർ അവളോട് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, മേഡം എന്തൊക്കെയായി പറയുന്നത്, സാധാരണ നമ്മൾ ഇത്ര ആഹാരം ഉണ്ടാക്കാറുണ്ടല്ലോ എന്ന്. ഇതും കൂടെ ആയപ്പോൾ ഹീറോ അവളെ ദേഷ്യത്തോടെ തന്നെ നോക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് മിസ്റ്റേക്ക് ഹീറോയിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവൾ ഓരോന്ന് പറയാൻ തുടങ്ങിയ ഉടനടി തന്നെ അവരെ സംശയിക്കാനും കണ്ടുപിടിക്കാനും സാധ്യതയുണ്ട്. ബട്ട്ലർ അവിടുന്ന് പോയതിനു ശേഷം ഹീറോയിനും അവനൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, ടാങ്ങിനെ ഇന്ന് നീ കാണണ്ട, നീ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് ടാങ്ങിനെയും അതുപോലെ തന്നെ മറ്റുള്ളവരും നിന്നെ സംശയത്തിന്റെ നിഴലിൽ നോക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഇനി അവനെ കാണാൻ വരണ്ട എന്ന് പറയുന്നു. ഹീറോയിൻ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതിങ്ങനെ ദേഷ്യപ്പെട്ട് പറയേണ്ട കാര്യമില്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞൂടെ എന്ന്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെ ദേഷ്യപ്പെട്ടൊന്നുമല്ല കാര്യങ്ങൾ പറഞ്ഞത്, ഞാൻ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നു. എന്റെ ടൂൺ ഇതുപോലെയാണ്, എന്റെ സംസാരവും ഇപ്പോഴും ഇങ്ങനെയാണെന്ന് പറയുന്നു. ഈ ബ്ലാങ്കായി കിടക്കുന്ന 5 വർഷത്തിനിടയിൽ എന്തൊക്കെയാ സംഭവിച്ചെന്ന് നമുക്ക് ഇരുവർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധാപൂർവം തന്നെ അത് സംസാരിക്കണമെന്ന് ഹീറോ അവളുടെ കൂടെ പറയുന്നു. എന്നാൽ ഈ സമയത്ത് തന്നെ ഷാഫങ്ങ് അവളെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽപ്പുണ്ട് എന്ന് ബട്ട്ലർ പറയുന്നു. ഹീറോയ്ക്ക് ഇത് കേട്ടിട്ട് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ഹീറോയിനെ ശരിക്കും പോയി കാണണമെന്നുണ്ടായിരുന്നു, എന്നിരുന്നാലും ഹീറോ അതിനെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. നീ ഇപ്പോൾ അവൻ്റെ കൂടെ പോയി സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ കൂടെ പറയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ നീ അവനെ കാണാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബട്ട്ലറോടെ ആ യുവാവിനെ ഉടനടി തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറയുന്നുണ്ട്. ബട്ട്ലർ ഓരോരോ ഒഴിവഴിവുകൾ പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അവിടെ നിന്ന് പോകാൻ തയ്യാറായിരുന്നില്ല. ഹീറോയിനെ കണ്ടിട്ട് മാത്രമേ അവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് അവൻ വാശി പിടിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. ഹീറോയിൻ ഈ സമയത്ത് പറയുന്നുണ്ട്, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയെങ്കിലും അവനെ ഒന്ന് കണ്ടിട്ട് ഉടനടി തന്നെ മടങ്ങി വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഷാഫങ് അവിടെ നിന്ന് പറയുന്നുണ്ട്, 5 വർഷമായിട്ട് നിന്നെ ഞാൻ കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അങ്കിൾ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്തൊക്കെ അവൻ കരയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നീ തന്നെ എന്നെ കാണാൻ വരാതിരിക്കുകയാണോ എന്നൊക്കെ ഷാഫങ് ചോദിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ആ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ഹീറോ അവളെ തടഞ്ഞിട്ട് അവനോട് അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടാൻ പറയുന്നുണ്ട്. എന്നിരുന്നാലും അവള് ഹീറോ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ കൂടെ പറയുന്നുണ്ട്, അവനെ കാണാൻ താല്പര്യമില്ല, ഇവിടെ നിന്ന് പോകാൻ പറയുന്നു. ഇതും കൂടെ കേട്ടപ്പോൾ ഷാഫങ്ങ് വല്ലാതെ തളർന്നു പോകുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് ശേഷം അവൾ ഇപ്പോഴാണ് അവനോട് മിണ്ടുന്നത്. അങ്ങനെ സംസാരിച്ചിട്ട് പോലും അവിടെ നിന്ന് അവനെ ഒഴിവാക്കാനാണ് അവൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് കരയുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മിയാർ വരുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത കഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. അവള് അവനെ സമാധാനപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്.
ആ മിയ ആവട്ടെ അവനെ കൊണ്ടുപോകുന്നതിന് മുൻപായി അവനോട് പറയുന്നുണ്ട്, ആ പെൺകുട്ടി ഒരിക്കലും നിനക്ക് യോഗ്യയല്ല, അവൾക്ക് വേണ്ടിയിട്ട് നീ നിന്റെ ജീവൻ പോലും കളയാൻ തയ്യാറായിരുന്നല്ലോ. നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും നിന്നെ ഒന്ന് കാണുക പോലും ചെയ്യാതെ മോശമായി ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞ് ഇവിടെ നിന്ന് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ആണ് അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. മിയ പറഞ്ഞത് കേട്ടിട്ട് ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഏത് സന്ദർഭത്തിലാണ് തന്റെ ജീവൻ പോലും രക്ഷിക്കാൻ അവന്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറായി എന്നൊക്കെ ആലോചിച്ച് അവൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഹീറോയുടെ അടുത്ത് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും ഹീറോ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഹീറോയിനാവട്ടെ അവനോട് കാര്യങ്ങളൊക്കെ തിരക്കി മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാനിരുന്നുണ്ടെങ്കിലും ഹീറോ അവളെ തടഞ്ഞിട്ട് പറയുന്നുണ്ട്, നീ ഓൾറെഡി അവനെ ബ്രേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോൾ നീ എൻ്റെ ഭാര്യയാണ്. ഹീറോയിനാവട്ടെ അവൻ്റെ കൂടെ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, ഇന്നലെ വരെ ഞാൻ അവൻ്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു, ഇപ്പോൾ നിന്റെ വൈഫും ആയിരിക്കുന്നു. എനിക്കിതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇതിനോട് അനുയോജ്യമായി പെരുമാറാൻ സാധിക്കുന്നു? അങ്ങനെ അവളാവട്ടെ ഹീറോയോട് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് വഴക്കിനൊരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ടാങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവനാവട്ടെ അവരിരുവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന്. അവര് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവാതിരിക്കാനായിട്ട് ഹീറോ ആവട്ടെ ഉടനടി ഹീറോയിനെ ഹഗ് ചെയ്തിട്ട്, ഒന്നുമില്ല മോനെ, നീ മുകളിലെ മുറിയിലേക്ക് പോയി റെസ്റ്റ് ചെയ്തോളാൻ പറയുന്നു. ടാങ് അവിടുന്ന് പോയതിനു ശേഷം ഹീറോയിനാവട്ടെ ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്, അവരുടെ ഡിവോഴ്സിന് ശേഷം ടാങ്ങിനെ അവൾക്ക് നൽകണമെന്ന്. അവന്റെ പക്കൽ നിന്ന് നഷ്ടപരിഹാരമായി 1 രൂപ പോലും വേണ്ട എന്നും അവൾ പറയുന്നു. അങ്ങനെ ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് നിന്നെ പോലും നേരെ ചൊവ്വേ നോക്കാനുള്ള ഗതിയില്ല, അപ്പോഴാണോ നീ കുഞ്ഞിനെയും കൂടി കൊണ്ടുപോകുന്നത്? അവന്റെ പഠിപ്പ്, മറ്റുള്ള ചിലവുകൾ, അതൊന്നും നിന്നെ കൊണ്ട് വായിക്കാൻ സാധിക്കില്ല. അവൻ ഈ വീട്ടിൽ വളരേണ്ട മോനാണ്. എങ്കിൽ പിന്നെ ഡിവോഴ്സിനെ കുറിച്ച് ആലോചിച്ച് തന്നെ ചിന്തിക്കാമെന്ന് ഹീറോയിൻ പറയുമ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട്, നമ്മുടെ ഇടയിൽ ടാങ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യത്തില്ല എന്നൊന്നും കരുതണ്ട. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ഡിവോഴ്സ് കാരണം നമ്മുടെ കുട്ടി ഒരിക്കലും അതിൽ വിഷമിക്കാൻ പാടില്ല. അവൻ നമ്മുടെ രണ്ടുപേരുടെയും മകനാണ്. ഒരു തരത്തിലുള്ള വിഷമതകളും കഷ്ടപ്പാടുകളും നമ്മുടെ മകനെ നമ്മൾ അറിയിക്കാൻ പാടില്ല. നിനക്ക് ഡിവോഴ്സ് വേണമെന്നുള്ള കാര്യത്തിൽ ഞാൻ വിലമതിക്കുന്നു. പക്ഷേ നമ്മൾ രണ്ടുപേരും അതിന് കുറച്ച് സമയം കൂടി കാത്തിരിക്കണം. എല്ലാ വശങ്ങളും ആലോചിച്ച് മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കാവൂ എന്ന് പറയുമ്പോൾ അവളും അതിന് ഓക്കെ പറയുന്നു. ഈ സമയത്ത് ഹീറോയുടെ അടുത്ത് അവൾ ചോദിക്കുന്നുണ്ട്, ഷാഫിങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണോ എന്ന്. ഹീറോ അവളുടെ താടിക്ക് കുത്തിപ്പിടിച്ചിട്ട് ഒരു വാണിംഗ് പോലെ തന്നെ പറയുന്നുണ്ട്, എന്നെ നീ ഡിവോഴ്സ് ചെയ്താലും അവനെ ഒരിക്കലും നീ വിവാഹം കഴിക്കാൻ പാടില്ല. കാരണം അവന്റെ ആന്റിയാണ് നീ ഇപ്പോൾ. അത് പല റൂമേഴ്സിനും ഇടവരുത്തുമെന്ന് പറയുന്നു. അപ്പോൾ ഹീറോയിനും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട്, റൂമറിനെ പറ്റിയൊക്കെ പേടിയുണ്ടായിരുന്ന ആളായിരുന്നു നിങ്ങളെങ്കിൽ ഒരിക്കലും എന്നെ വിവാഹം കഴിക്കില്ലായിരുന്നു എന്നൊക്കെ. അങ്ങനെ ഹീറോയിനാവട്ടെ ടാങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവരുടെ പഴയ ആൽബത്തിൽ നിന്ന് നോക്കിയെടുക്കുകയായിരുന്നു. ഹീറോ ആണ് അവൾക്കത് കൈമാറിയിരുന്നത്. അവൻ കുഞ്ഞിലെ എങ്ങനെയാണ് ഇരുന്നതെന്നും അവന്റെ ഇഷ്ടങ്ങളെ പറ്റിയൊക്കെ അതിലുണ്ടായിരുന്നു. ടാങ്ങിനെ അവൾ പ്രഗ്നന്റ് ആയിരുന്നത് മുതൽ അവൻ വളർന്നവരെ ഫോട്ടോ അതിലുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഹീറോയിന് അവൾ വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് ഹീറോയോടൊപ്പം നയിച്ചതെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം എല്ലാ ഫോട്ടോയിലും വളരെ സന്തോഷവതിയായിരുന്നു അവൾ. ഇതൊക്കെ കണ്ടപ്പോൾ ഹീറോയിന് വല്ലാത്ത സംശയം തോന്നുന്നുണ്ട്, അവൾക്ക് സി സെക്ഷൻ ആയിരുന്നോ അതോ നോർമൽ ഡെലിവറി ആയിരുന്നോ എന്നൊക്കെ. അവള് വയറ് കണ്ടാൽ മനസ്സിലാവൂ എന്ന് പറഞ്ഞ് അവളുടെ ഡ്രസ്സ് കുറച്ച് ഉയർത്തി നോക്കുന്ന സമയത്താണ് ഹീറോ കുളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കണ്ടത് ഹീറോ പറയുന്നുണ്ട്, ഇവിടെ തുണിയില്ലാതെ ഉറങ്ങാനൊന്നും സാധിക്കത്തില്ല എന്ന്. അപ്പോൾ അവളും ചെറിയ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് ഡ്രസ്സ് ഇല്ലാതെ ഉറങ്ങുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവള് പറയുന്നുണ്ട്, എനിക്ക് എന്റെ ബോഡിയിലെ ഒരു ക്യൂരിയോസിറ്റി തോന്നിയെന്ന്. അപ്പോൾ അവന് ചോദിക്കുന്നു, നീ എന്തൊക്കെ വിഡ്ഢിത്തരമായി പറയുന്നേ, അതിലെത്ര ക്യൂരിയസ് ആയിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. ശരീരത്തിലെ ചില പാർട്ടുകൾ വളർന്നും ചിലത് മുരടിച്ചും ഇരിക്കും എന്നും പറഞ്ഞ് അവൻ അവളെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹീറോയിനാവട്ടെ വളരെ ദേഷ്യത്തോടെ തന്നെ അവിടുന്ന് കിടക്കുന്നുണ്ട്. ഈ സമയത്ത് അവളെ തലവേണയൊന്ന് ചെറുതായിട്ട് മാറ്റി നോക്കുമ്പോൾ അവർ ഇതിനു മുമ്പ് റൊമാൻറ്റിക് ആയ സമയത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. അവളിത് കണ്ട് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഹീറോയിനൊന്നും മിണ്ടാത്തത് കൊണ്ട് തന്നെ ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ദാ ഇത് കണ്ടോ എന്ന് അവള് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് വേറൊരു സാധനവും തന്റെ കയ്യിൽ കിട്ടിയായിരുന്നു എന്ന്. ഇനിയും ഇതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഹീറോയിനും കൂടി തിരയുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അവര് വളരെ നാളായി, അതായത് 5 വർഷങ്ങൾക്കുള്ളിൽ അവര് വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കപ്പിൾസ് ആയിരുന്നു എന്ന് മനസ്സിലാവുന്നു. ഹീറോയിൻ അവിടെ ഇതെല്ലാം എടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് 5 മണിക്ക് ജോഗിങ്ങിന് പോകുമ്പോൾ പുറത്ത് എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ പറയുന്നുണ്ടെങ്കിൽ ഹീറോ ആവട്ടെ ഭദ്രമായി തന്നെ ഒരു ഡ്രോയറിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ശരിക്കും അത് കളയാൻ ഹീറോയ്ക്ക് മനസ്സുണ്ടായിരുന്നില്ല. കാരണം അത് ചിലപ്പോൾ അവരുടെ സാധനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരുടെയിലും ആയിരിക്കാം, ചിലപ്പോൾ അത് ആരുടെയും അല്ലായിരിക്കാം. എന്നിരുന്നാലും അത് സൂക്ഷിച്ചു വെക്കാൻ തന്നെ അവൻ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം ഹീറോയിൻ ആവട്ടെ അവനോട് ചോദിക്കുന്നുണ്ട്, സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കളഞ്ഞോ എന്ന്. ഹീറോ പറയുന്നുണ്ട്, ഞാനത് കളഞ്ഞില്ല, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അവള് ചോദിക്കുന്നുണ്ട്, അത് നിങ്ങളോട് കളയാനല്ലേ പറഞ്ഞേ, പിന്നെ എന്തിനാ എടുത്ത് സൂക്ഷിച്ചു വെച്ചെന്ന്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, മേ ബി അത് ചിലപ്പോൾ നമ്മുടെ സാധനങ്ങൾ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടേത് അല്ലായിരിക്കാം, പിന്നീട് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഹീറോ പറയുമ്പോൾ അവള് ചോദിക്കുന്നുണ്ട്, ആഹാ നിങ്ങളുടെ മനസ്സിലിരിപ്പോൾ ഇതായിരുന്നല്ലേ. ഹീറോ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല, ചിലപ്പോൾ ഇത് നമ്മുടെ തന്നെ സാധനമാണോ അല്ലേ എന്നൊന്നും നമുക്കറിയില്ല.
അറിയത്തില്ലല്ലോ, വേറെ ആരുടെ ആണെങ്കിൽ അതെടുത്ത് കളയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് സൂക്ഷിച്ചു വെച്ചാണെന്ന് അവളോട് പറയുന്നു. ഹീറോയിനാവട്ടെ എങ്ങനെ അവനെ വിവാഹം കഴിച്ചെന്നുള്ള കാര്യം ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവളാവട്ടെ ഹീറോ എടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും എങ്ങനെയായിരിക്കും ശരിക്കും വിവാഹം കഴിച്ചതെന്ന്. അപ്പോൾ ഹീറോയും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ എന്ന് അറിയില്ല, എന്നിരുന്നാലും നിന്നോട് ഞാൻ പറയാമെന്ന്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഹീറോയിനാവട്ടെ ഹീറോയ്ക്ക് ഡ്രഗ്സ് കൊടുക്കുകയും അങ്ങനെ ഒരു ദിവസം അവർ ഫിസിക്കലായി ഇരിക്കുകയും അങ്ങനെ അവർക്ക് കുട്ടിയുണ്ടാവുന്നതെന്നൊക്കെ ഹീറോ പറയുമ്പോൾ ഇത് കേട്ട ഹീറോയിനാവട്ടെ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നിങ്ങളെ കണ്ണിനെ കണ്ടുകൂടായിരുന്നു, പിന്നെ അങ്ങനെയൊന്നും പെരുമാറുന്ന ഒരു പെൺകുട്ടിയല്ല താനെന്ന് പറഞ്ഞിട്ട് അവളത് വിശ്വസിക്കാത്ത മട്ടിൽ തന്നെ സംസാരിക്കുന്നു. ഇത് കേട്ട ഹീറോയും പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു നീ ഇത് വിശ്വസിക്കത്തില്ല എന്ന്, പുറത്തുനിന്ന് അറിഞ്ഞപ്പോൾ പോലും നീ വിശ്വസിക്കത്തില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് നിന്റെ അടുത്ത് പറയാതിരുന്നതെന്നൊക്കെ പറയുന്നു. അതുമാത്രമല്ല അവൾ പറയുന്നുണ്ട്, ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ, എൻ്റെ കയ്യിൽ എവിടെ നിന്ന് ഡ്രഗ്സ് കിട്ടാനാ, അതിനുള്ള പണം പോലും തൻ്റെ പക്കലില്ല, ടിവിയിൽ മാത്രമാണ് ഡ്രഗ്സിനെ പറ്റി കേട്ടിരിക്കുന്നത്, അത് നേരെ ചുവയെന്ന് കണ്ടിട്ട് പോലും ഇല്ല എന്ന് ഹീറോയിൻ പറയുന്നു. അങ്ങനെ ഡ്രഗ്സ് കാണാത്ത ഒരാളായ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഡ്രഗ്സ് തരുമെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ ഇങ്ങനെയാണെന്ന്. ഹീറോയിൻ അവിടെ ഈ സമയത്ത് സംശയത്തോടെ പറയുന്നുണ്ട്, ഇതിനൊക്കെ പിന്നിൽ ചിലപ്പോൾ സി ആയിരിക്കുമെന്ന്. അവൾക്ക് നിങ്ങളോടൊരു ഫീലിങ്സ് ഉണ്ടെന്നും അവളുടെ കണ്ണുകൾ കണ്ടാൽ തന്നെ അതെനിക്ക് മനസ്സിലായെന്നും പറയുന്നു. അവളായിരിക്കും തന്നെ പറ്റി ഇങ്ങനെ തെറ്റായ റൂമേഴ്സ് ഒക്കെ പരത്തുന്നതെന്നും അവൾ പറയുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ക്ലിയർ ചെയ്യണമെന്ന് വിചാരിച്ചു തന്നെ അവളെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. സി അവിടെ അങ്ങോട്ടേക്ക് ലേറ്റായാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഹീറോയിൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അവളാവട്ടെ എന്താ കാര്യം എന്ന് വെച്ച് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ ആവട്ടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഹീറോയെ ഇഷ്ടമല്ലായിരുന്നോ എന്ന്. സി ആവട്ടെ തനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സും അയാളോട് ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ അവളെ വിടാൻ കൂട്ടാക്കുന്നില്ല. നീ കള്ളം പറയുകയല്ലേ, നിനക്ക് യഥാർത്ഥത്തിൽ ഹീറോയുടെ ഫീലിങ്സ് ഉണ്ടെന്നും അതുകൊണ്ടല്ലേ എപ്പോഴും തന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നതെന്നും ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല എന്റെ സ്ഥാനത്ത് നിനക്ക് ജീവിക്കണമെന്നല്ലേ ആഗ്രഹമെന്നൊക്കെ ഹീറോയിൻ ചോദിക്കുമ്പോൾ അവള് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, എനിക്ക് അയാളുടെ ഫീലിങ്സ് ഉണ്ടായിരുന്നു, അത് 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ്. ഇപ്പോൾ എനിക്ക് അയാളോട് യാതൊരു തരത്തിലുള്ള ഫീലിങ്സും ഇല്ല, സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. കാരണം നീ അദ്ദേഹത്തെ വഞ്ചിച്ച് ചതിച്ച് വിവാഹം കഴിച്ചാണെന്ന് പറയുന്നു. അതുമാത്രമല്ല ഹീറോയ്ക്ക് അവളുടെ മേലെ യാതൊരു തരത്തിലുള്ള ഫീലിങ്സും ഇല്ലെന്നും ജസ്റ്റ് റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ എന്നും പറയുന്നു. കാരണം നീ അയാളെ ഡ്രഗ്സ് കൊടുത്ത് പ്ലാൻ ചെയ്ത് വിവാഹം ചെയ്തതാണ്. ഷാഫങ്ങിനും തന്റെ സിസ്റ്റർ മിയയ്ക്കും നേരത്തെ തന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. നീയാണ് അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. മറ്റുള്ളവരുടെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് കയറിപ്പോകുന്നത് നിന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞ് സി ആവട്ടെ അവളെ വല്ലാതെ കുറ്റപ്പെടുത്തുന്നു. ഹീറോയിൻ ആവട്ടെ എന്ത് പറയണമെന്ന് അറിയാതെ ആകെ പതറിപ്പോയിരുന്നു. കാരണം ഹീറോയിൻ ആവട്ടെ ഇപ്പോൾ മാത്രമാണ് അറിയുന്നത് ഇതുപോലെ ഷാഫങ്ങിനും അതുപോലെ മിയയ്ക്കും ചെറുപ്പകാലത്തിൽ തന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണെന്നുള്ള വിവരം. അതുമാത്രമല്ല ഷാഫങ്ങും അതുപോലെ മിയയും കൂടി ഭാവിയിൽ വിവാഹം കഴിക്കേണ്ടതുമാണ്. 5 വർഷങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നെങ്കിലും അവള് ഊഹിച്ചെടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഷാഫങ്ങിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി താൻ ചിലപ്പോൾ അവനെ ബ്രേക്കപ്പ് ചെയ്തതായിരിക്കാം എന്ന് അവൾ കരുതുന്നു. ചിലപ്പോൾ ഷാഫങ്ങിനോടുള്ള പ്രതികാരം കാരണമാണോ ഹീറോയ്ക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് താൻ തന്നെ ആയിരിക്കുമോ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയെന്ന് അവൾ മനസ്സിൽ കരുതുന്നു. ഈ സമയത്ത് സി ആവട്ടെ ഹീറോയിനെ വല്ലാതെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുന്ന ഹീറോ ആവട്ടെ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് പറയുന്നുണ്ട്, ഇതിനു മുമ്പേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വൈഫിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് മോശമായി സംസാരിക്കരുതെന്ന്. ഇനിയും നീ അങ്ങനെ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നീ ഇപ്പോൾ തന്നെ അറിയുമെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ഹീറോയിൻ ആവട്ടെ വളരെയധികം വിഷമത്തോടെ അവൾ തന്നെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് മോശമായി ഒന്നും സംസാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സി അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ ഹീറോയിനും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഹീറോയുടെ അടുത്ത് അവൾ വളരെ വിഷമത്തോടെ തന്നെ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ ബന്ധത്തിൽ ഒരിക്കലും കുറുകെ കടക്കാൻ താൻ ശ്രമിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഹീറോ അവളെ സമാധാനപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്, അവരിരുവരുടെ വിവാഹ നിശ്ചയം ചെറുപ്പകാലത്തെ തീരുമാനിച്ചതാണ്, പിന്നീട് ഫ്യൂച്ചറിൽ അവർ വിവാഹം കഴിക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ആ പെൺകുട്ടിയോട് ഒരിക്കലും ഷാഫങ്ങിനൊരു ഫീലിങ്സ് തോന്നിയിരുന്നില്ല. ഷാഫങ് സിംഗിൾ ആണെന്ന് പറഞ്ഞല്ലേ നിന്നെ പ്രപ്പോസ് ചെയ്തത്, അവളോട് ഒരു ഫീലിങ്സും ഇല്ലാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. നീ ആവട്ടെ ഇതൊന്നും അറിയാതെ തന്നെയല്ലേ അവനെ ഇഷ്ടപ്പെട്ടതും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചതിലും നിങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് ഹീറോ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഹീറോനാവട്ടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലൈഫാണ് ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ ഈ മിയയുടെ ജീവിതത്തിലേക്ക് അവൾ കടന്നു കൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത അപമാനമേൽക്കുന്നുണ്ട്. സി പറഞ്ഞ വിവരങ്ങളൊക്കെ ഹീറോയിനാവട്ടെ ഒന്ന് ഗണിച്ചു നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഷാഫങ്ങുമായിട്ട് വീട്ടിലേക്ക് പോയ ദിവസം തന്നെയാവണം അവള് ഇതുപോലെ ഷാഫങ്ങിനും മറ്റൊരു പെൺകുട്ടിക്കും വിവാഹ നിശ്ചയം നടന്ന വിവരം അറിയുകയും അതിനുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് 2 പേർക്കിടയിലേക്ക് കടന്നു വന്ന ഒരുത്തിയായി താൻ മാറുകയും സോഷ്യൽ മീഡിയയിലുള്ള ജനങ്ങളെല്ലാം അവളൊരു മോശക്കാരിയാണെന്ന് മുദ്ര കുത്തുകയും അങ്ങനെയായിരിക്കണം ഷാഫങ്ങുമായി ബ്രേക്കപ്പ് ആയി എന്നൊക്കെ കരുതുന്നു. ഷാഫങ്ങിനോടുള്ള റിവെഞ്ചിനായിട്ടായിരിക്കണം അവൾ ഹീറോയ്ക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് ഒരുമിച്ചിരുന്നേന്നൊക്കെ
ആലോചിക്കുന്നുണ്ട്. ഒരു തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനായി മറ്റൊരു തെറ്റ് താൻ ചെയ്തു കൂട്ടിയല്ലെന്ന് ഓർത്ത് അവൾക്ക് കുറ്റബോധം തോന്നുന്നു. ഈ സമയത്ത് ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്നെ പോലൊരു പഴഞ്ചനെ വിവാഹം കഴിച്ചാൽ അവൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന്. അതിനുശേഷം ഹീറോ പറയുന്നുണ്ട്, ഈ 5 വർഷത്തിനിടയിൽ അവളവിടെ സ്വന്തമായി ഒരു കമ്പനി റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു എന്ന്. ഇത് കേട്ട് അവൾ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. താൻ സ്വന്തമായി തന്നെ ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനാതെ അവൾ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അതെ, നീ സ്വന്തമായി തന്നെയാണ് ആ കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നത്. അതത്ര വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ നീ എന്റെയോ ആരുടെയോ സഹായമില്ലാതെയാണ് ആ കമ്പനി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, നീ ഇപ്പോൾ ചാടിക്കയറി കമ്പനിയിലേക്ക് പോകണ്ട. ഇങ്ങനെയാണ് ഒരു കമ്പനി മാനേജ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് പൊക്കോളാൻ ഹീറോ പറയുന്നു. ഹീറോയിനും അതിനോക്കെ പറയുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഹീറോയോടൊപ്പം അവൾ കമ്പനിയിലേക്ക് പോകുന്നു. ആ സമയത്തെല്ലാം അവളുടെ കമ്പനി എങ്ങനെയാണ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നതെന്നും എങ്ങനെയാണ് ഒരു കമ്പനി നയിക്കുന്നതെന്നുമുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു ഫയല് അവൾക്ക് പഠിക്കാനായി ഹീറോ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഹീറോയിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവളാവട്ടെ വാ പൊളിച്ച് ഹീറോയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ വാ പൊളിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അത് പിന്നെ അവിടെ ഒരു കൊതു ഇരിപ്പുണ്ടായിരുന്നു, അതിനെ നോക്കിയതാണെന്ന് പറയുന്നു. കൊതുവോ എവിടെ ഇരിക്കുന്നതെന്ന് ഹീറോ സംശയത്തോടെ ചോദിക്കുമ്പോൾ, ഇപ്പോൾ തന്നെ എന്നെ അടിച്ചുവിടാമെന്ന് പറഞ്ഞ് അവൾ അടിക്കാൻ തുടങ്ങുന്ന സമയത്ത് നേരെ ഹീറോയുടെ അടുത്തേക്ക് തന്നെ വീഴുന്നുണ്ട്. ഹീറോ അവളെ താങ്ങി പിടിക്കുന്നുമുണ്ട്. അങ്ങനെ ഇവർ ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് ഇതേ ചെയറിൽ ആ ഓഫീസിൽ വെച്ച് തന്നെ ഹീറോയെ കിസ് ചെയ്യുന്ന ഒരു രംഗം അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നിയെന്ന് അവൾ അന്തം വിട്ടിരുന്ന് ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഈ 5 വർഷത്തിനിടയിൽ സംഭവിച്ചിരുന്നു, അവരിരുവരും ക്ലോസ് ആയിരുന്നു എന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. എങ്ങനെ ഇത് ഹീറോയോട് പറയും? ഇതിനു മുമ്പ് താൻ ഈ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ അവൾ സംശയത്തോടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഹീറോ അവൾ അവിടെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ കണ്ട കാര്യത്തെക്കാട്ടിലും ഷോക്ക് ആവുന്നുണ്ട് അവൾ അവിടെ ചെല്ലുമ്പോൾ. കാരണം അവരിരുവരും റൊമാൻറ്റിക് ആയിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഹീറോയിനാവട്ടെ സംശയത്തോടെ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ധരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, നീ നന്നായിട്ട് തന്നെ നോക്ക്, നീ ധരിച്ചിരുന്ന ഡ്രസ്സുകളാ അതൊക്കെയെന്ന്. ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകൾ എങ്ങനെ ധരിച്ചു എന്ന് ഓർത്തിട്ട് അവൾക്ക് വല്ലാത്ത നാണക്കേടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹീറോ ആവട്ടെ അവരിരുവരുടെ 5 വർഷത്തിനിടയിലുള്ള ചാറ്റ് ഹിസ്റ്ററികളും മെസ്സേജസ് അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ കാണിക്കുന്നു. നാണക്കേട് തോന്നി അവൾ ആ ഫോൺ സോഫയിലേക്ക് ഇടുന്നുണ്ട്. ഹീറോ ഇനി വേറെ എന്തെങ്കിലും പറയുമെന്ന് കരുതി തന്നെ അവൾ ഉടനടി ആവട്ടെ അവന്റെ വാ പൊത്തിപ്പിടിക്കുന്നു. ഈ ടൈമിലാവട്ടെ മിയ ഹീറോയെ കാണാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹീറോ ആവട്ടെ ഹീറോയിനെ മുറിയിൽ വിട്ടിട്ട് അവളെ കാണാനായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ മുഖത്ത് പോലും നോക്കാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടുന്ന് പൊക്കോണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഷാഫങ്ങിനെയും യാനിനെയും കൂടി ഒന്ന് സംസാരിക്കാൻ കുറച്ച് നേരത്തേക്ക് അനുവദിക്കാമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്ന്. ഈ യാൻ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, അതൊരു കാരണവശാലും അനുവദിക്കത്തുമില്ല, അതിനു വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുകയും വേണ്ട, ഇപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് പൊക്കോളാൻ അവളോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയതിനു ശേഷം ആവട്ടെ ഹീറോയിൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇവളിങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് ഹീറോയിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അവളുടെ സഹോദരി സി ആവട്ടെ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല, എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് തുറന്നു പറയും. പക്ഷെ ഇവൾ അങ്ങനെയല്ല, വളരെ ഡേഞ്ചറസ് ആണ്. പുറമേ ഒരു പാവത്തെ പോലെ നടിച്ച് എന്തൊക്കെയോ ദുഷ്ടകരമായ പ്ലാനിങ് അവൾ നടത്തുന്നുണ്ടെന്ന് ഹീറോയിൻ പറയുന്നു. മിയ ആവട്ടെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഷാഫങ്ങിന്റെ അടുത്തും അതുപോലെ സി അടുത്തും ചെന്നിട്ട്, ഞാനും നീയുമായിട്ട് സംസാരിക്കാനുള്ള പെർമിഷൻ ഞാൻ നിന്റെ അങ്കിളിന്റെ അടുത്ത് ചോദിച്ചതാണ്, പക്ഷേ അയാൾ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇമോഷണൽ ആയിട്ട് ഷാഫങ്ങിനോട് സംസാരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല അവന്റെ അങ്കിൾ ഒരുപാട് ദേഷ്യത്തോടെ തന്നെ ഷൗട്ട് ചെയ്താണ് വെളിയിലേക്ക് അവളെ ഇറക്കി വിട്ടേന്നൊക്കെ പറയുമ്പോൾ ഷാഫങ് അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അത്രമാത്രം ഇന്നസെന്റ് ആയിട്ടായിരുന്നു ആ പെൺകുട്ടി അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഷാഫങ് അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അവിടേക്ക് പോയതെന്നും എന്തിനാണ് എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും ആ പെൺകുട്ടിയെ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുകയല്ലേ, കംപ്ലീറ്റ് ആയി അവളെ മറക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവളോട് പോയി സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു നല്ല പെൺകുട്ടിയെ പോലെ തന്നെ ഷാഫങ്ങിനോട് സംസാരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ഹീറോയിനാവട്ടെ ഹീറോയോടുള്ള ഇഷ്ടം കൂടി കൂടി വന്നു. ഏതൊരു അവസരത്തിലും ഹീറോ അവളെ പ്രൊട്ടക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ആരും അവളെ കുറ്റപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ശ്രമിക്കാനും ഹീറോ സമ്മതിക്കില്ല. അതുമാത്രമല്ല ഏതൊരു വിഷയത്തെയും നല്ല മെച്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഹീറോ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അവൾക്ക് അവനോട് വല്ലാത്ത ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. ഈ ടൈമിൽ ഹീറോ അവളെ നോക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ അവൾ അവിടെ ഉറക്കം നടിച്ച പോലെ കിടക്കുന്നു. ഹീറോയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അവളുടെ അടുത്ത് വന്നിരുന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ ഉറങ്ങുമ്പോൾ പോലും നിന്റെ കണ്ണുകള് ഇമ വെട്ടുന്നുണ്ടല്ലോ. ഹീറോയിനാവട്ടെ ഈ സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ നിങ്ങൾ കുളിച്ചിട്ട് വന്നോ എന്ന് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നീ നന്നായി തന്നെ നടിക്കുന്നുണ്ട്, കുഴപ്പമില്ല, നന്നായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവളും ചോദിക്കുന്നുണ്ട്, ഞാൻ നടിച്ചു എന്നുമില്ല, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേന്ന്. ഹീറോ ആവട്ടെ അവളെ നോക്കിയൊന്ന് കളിയാക്കി ചിരിച്ചിട്ട് അവിടെ നിന്ന് സോഫയിലേക്ക് കിടക്കാൻ പോകുന്നു.
ഈ സമയത്ത് ഹീറോയിന് ഒരു കുസൃതി തോന്നുന്നുണ്ട്. കാരണം എല്ലാ സമയവും അവനാണല്ലോ അവളെ കളിയാക്കിക്കൊണ്ട് പോകുന്നത്. ഇപ്രാവശ്യം അവനെ കളിയാക്കാന്ന് വിചാരിച്ചിട്ട് അവൾ പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ റൂം, ഇത് നിങ്ങളുടെ ബെഡ്, അതുമാത്രമല്ല ഞാൻ നിങ്ങളുടെ ഭാര്യയുമാണ്, പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഈ ബെഡിൽ കിടന്നൂടെ എന്ന് അവൾ കളിതമാശയോട് ചോദിക്കുന്നുണ്ട്. അവളാവട്ടെ ഹീറോ അവളുടെ അടുത്ത് വരില്ലെന്നാണ് കരുതിയിരുന്നത്. എന്നിരുന്നാലും ഹീറോ അവളുടെ അടുത്ത് വന്ന് അവളെ ഹഗ് ചെയ്തിട്ട്, ശരി തന്നെയാണ്, നീ എൻ്റെ ഭാര്യയല്ലേ, ഇന്ന് മുതൽ ഞാൻ നിന്നോടൊപ്പം ഈ കിടക്കയിൽ തന്നെയാണ് കിടക്കാൻ പോകുന്നു എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നു. ഹീറോയിനാവട്ടെ പേടി കാരണം അവൻ്റെ കൂടെ നേരെ പോയി സോഫയിൽ കിടക്കാൻ പറയണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അവളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് കിടക്കുന്നതിന് മുമ്പായി ഹീറോ അവളുടെ അടുത്ത് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ നീ ഷാഫങ്ങിനെ എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ചെയ്തെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. നമ്മൾക്ക് രണ്ടുപേർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾക്കിരുവർക്കും നമ്മുടെ മാരേജിന് ഒരു ചാൻസും കൂടി കൊടുത്തൂടെ? ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായി കാണുന്നത് പോലെ തന്നെ എന്നെ നിനക്ക് ഭർത്താവായി കണ്ടൂടെ? ഡിവോഴ്സിനെ കുറിച്ച് മറന്നൂടെ? നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവരുടെ ജീവിതത്തിന് നല്ലതെന്നും ഹീറോ കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിലും അവരിരുവർക്കും അന്യോന്യം പരസ്പരം ഇഷ്ടമായി കഴിഞ്ഞിരുന്നു ഇതിനോടകം തന്നെ. ഹീറോയിനും അതിന് ഓക്കെ പറയുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഹീറോ അവളുടെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നാൽ ഹീറോ ആണോ അങ്ങോട്ടേക്ക് വരുന്നതെന്ന് ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാസ്ക് ഒക്കെ ധരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഹീറോയിൻ ആവട്ടെ മനഃപൂർവ്വം തന്നെ ഹീറോയെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. അവളെ എല്ലാം ഹീറോയിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയെങ്കിലും ആവശ്യമില്ലാത്ത പ്രോജക്റ്റുകളിലെങ്ങാനും സൈൻ ചെയ്ത് കൊടുത്താലോ എന്ന പേടി കൊണ്ടായിട്ടാണ് അവൾ ഹീറോയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രാവശ്യം മാത്രം അവളെ ഹെൽപ്പ് ചെയ്താൽ മതിയെന്ന് അവളെ ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്. ഹീറോയിൻ ചെയ്യേണ്ട ജോലികളെല്ലാം ഹീറോ നന്നായി തന്നെ ചെയ്തു കൊടുക്കുന്ന സമയത്താണ് അവളെ കാണാനായി ഷാഫങ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു എന്നറിയുന്നത്. അവളാവട്ടെ ഉടനടി തന്നെ ഹീറോയെ ടേബിളിനടിയിൽ ഒളിപ്പിക്കുന്നുണ്ട്. ഷാഫങ് വന്ന് അവളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവള് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് അവനോട് പറയുന്നു. അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഇത്രമാത്രം വെറുത്തു പോയോ എന്ന്. അവളും പറയുന്നുണ്ട്, അത്രയും നിന്നെ ഞാൻ വെറുത്തു പോയെന്ന്, എന്റെ മുൻപിലേക്ക് വരരുതെന്നും പറയുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനും അവള് പറയുന്നുണ്ട്. ഹീറോയിൻ എന്തുകൊണ്ടാണ് അവനോട് ഇത്രയും ദേഷ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ അവർ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കൽ പോലും അവന്റെ എൻഗേജ്മെന്റ് ഇതുപോലെ ചെറുപ്പത്തിൽ കഴിഞ്ഞ കാര്യങ്ങളൊന്നും അവളോട് പറഞ്ഞില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവനോട് സംസാരിക്കുന്നത്. ഹീറോയിൻ ആവട്ടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലൈഫാണല്ലോ ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന അവന്റെയും അവന്റെ ഫിയാൻസിയുടെ ഇടയിലേക്ക് കടന്നുകൂടിയിരിക്കുന്നത് അവളാണെന്ന് കരുതി ഒരുപാട് പേര് അവളെ ഹർട്ട് ചെയ്ത് സംസാരിച്ചായിരുന്നല്ലോ സോഷ്യൽ മീഡിയ വഴിയൊക്കെ. അതിൽ നിന്ന് അവനോടുള്ള പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ് അവൾ ഹീറോയ്ക്ക് ഡ്രഗ്സ് കൊടുത്ത് അവനുമായി ഒരു രാത്രി പങ്കിടുകയും അതിൽ നിന്ന് അവളൊരു കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്യുന്നത്. ഇതൊക്കെ അവളെ വല്ലാതെ നിരാശപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ ദോഷകരമായ സംഭവങ്ങൾക്കും ഈ യുവാവാണ് കാരണമെന്ന് പറഞ്ഞ് അവനെ അവൾ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല അവൾ ഇത്രയും അപമാനം സഹിച്ചിട്ടും ഒരിക്കൽ പോലും അവൻ അവളെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അത് അവൾ പറഞ്ഞത് കാര്യം തന്നെയാണ്. കാരണം അവൻ വെറും ഒരു ചെറിയ പയ്യൻ തന്നെയാണല്ലോ അവളെ പോലെ. എന്നാൽ ആ യുവാവിന്റെ ഭാഗത്തു നിന്ന് കുറ്റമെന്ന് പറയാൻ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ അവളോട് ഈ എൻഗേജ്മെന്റിന്റെ കാര്യം മറച്ചു വെച്ചു. അതും വെറും ഒരു ചെറുപ്പകാലത്ത് നടന്ന എൻഗേജ്മെന്റ് അല്ലേ. ആ പെൺകുട്ടിയോട് അവന് തീരെ ഫീലിങ്സും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ രീതിയിലും തകർന്നു നിൽക്കുന്നത് അവൻ തന്നെയാണ്. ഹീറോയിനാവട്ടെ അവന്റെ കൂടെ ഇനിയൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലെന്നും തന്റെ ജീവിതത്തിലേക്ക് ഇടപെടരുതെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. അവളങ്ങനെ ചെയറിലേക്ക് ഇരിക്കുമ്പോഴാണ് ടേബിളിനിടയിൽ മറിഞ്ഞിരിക്കുന്ന ഹീറോ അവളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അവൾ സോറി പറയുന്നുണ്ട്, ഇത്രയും നേരം നിങ്ങളവിടെ ഒളിച്ചിരുന്ന കാര്യം ഞാൻ മറന്നുപോയി എന്ന്. അങ്ങനെ ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ അവനെ ശരിക്കും മറന്നെന്ന് പറഞ്ഞത് സത്യമാണോ എന്ന്. അവൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഞാൻ സ്നേഹിച്ചാൽ അത് മരണം വരെ സ്നേഹിക്കും, പക്ഷെ എന്നെ ചതിച്ചാൽ ഞാൻ ഒരിക്കലും പിന്നീട് ആ വഴിക്ക് പോകില്ല എന്ന്. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവളാവട്ടെ ഈ സമയത്ത് അവനെ തുടരെ പേര് വിളിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, എനിക്കിങ്ങനെ പേര് വിളിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വീണ്ടും അവളെ കിസ് ചെയ്യാൻ പോകുമ്പോൾ എങ്കിൽ പിന്നെ അങ്കിൾ എന്ന് വിളിക്കാമെന്ന് പറയുന്നു. അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ വീണ്ടും അവളെ കിസ് ചെയ്യാൻ പോകുമ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല വെയിറ്റ് ഉണ്ട്, എനിക്ക് നിങ്ങളുടെ വെയിറ്റ് ഇങ്ങനെ താങ്ങാൻ പറ്റുന്നില്ല എന്ന്. അപ്പോഴാണ് ഹീറോ ശ്രദ്ധിക്കുന്നത് അവളുടെ ദേഹത്തേക്കാണ് താൻ ചാരിയിരിക്കുന്നത്. ഉടനടി തന്നെ ഹീറോ ഇരുന്നിട്ട് അവളെ അയാളുടെ മടിയിലേക്ക് ഇരുത്തിയിട്ട് കിസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഷാഫങ് ആവട്ടെ വളരെ വിഷമിച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു. മിയ എടുത്ത് ചെന്നിട്ട് ഇതുപോലെ അവള് തന്നെ സ്നേഹിച്ചിട്ടില്ലെന്നും അവിടെ നടന്ന വിവരങ്ങളൊക്കെ അവളോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ മിയയും പറയുന്നുണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ അവള് നിന്നെയല്ല നിന്റെ പണത്തിനെ സ്നേഹിച്ചെന്ന്. നിന്നെക്കാട്ടിലും സ്വാധീനമുള്ള നിന്റെ അങ്കിളിനെ കണ്ടപ്പോൾ അയാളെ വളച്ച് ഇപ്പോൾ അയാളുടെ ഭാര്യയായിരിക്കുന്നു, അത്ര തന്നെ. അവൻ പറയുന്നുണ്ട്, അവൾ ശരിക്കും എന്നെ സ്നേഹിച്ചോ ഇല്ലയോ എന്നപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും അവളെയാണ് ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചതെന്ന് പറയുമ്പോൾ മിയ പറയുന്നുണ്ട്, അവളോടെ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി മനസ്സിലാക്കാൻ, അവൾ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും കൂടി തുറന്നു ചോദിക്കാൻ പറയുന്നുണ്ട്. മിയ നല്ലൊരു പെൺകുട്ടിയെ പോലെ തന്നെ അഭിനയിച്ച് തകർക്കുകയായിരുന്നു. അവൾ പറഞ്ഞതനുസരിച്ച് ഷാഫങ് വീണ്ടും ഹീറോയിനെ കാണാൻ പോകുന്നുണ്ട്. അവൻ കയറി ചെല്ലുമ്പോൾ അവരാവട്ടെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ ഷാഫങ് ആവട്ടെ ഹീറോയുടെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ അവളെ ലവ് ചെയ്യുന്നെന്ന് അറിഞ്ഞിട്ടും ഞങ്ങളെ രണ്ടുപേരും തമ്മിൽ പിരിച്ചത് നിങ്ങളാണ്.
അവളോട് ഇങ്ങനെയൊക്കെയാണ് നീ പെരുമാറുന്നതെന്നും 5 വർഷമായിട്ട് അവളെ ഒന്ന് കാണാൻ പോലും അനുവദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അയാളുമായി വഴക്കിനൊരുങ്ങുന്നു. ഈ സമയത്ത് ഷാഫങ്ങിനെ ഹീറോ അടിക്കുന്നുണ്ട്. നിനക്കാണെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോലും അറിയത്തില്ല, നിനക്ക് എന്നോട് സംസാരിക്കാൻ പോലുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവനെ അടിക്കുന്നത്. ഷാഫങ്ങ് ഹീറോ എടുത്ത് പറയുന്നുണ്ട്, ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഹീറോയിൻ നിന്നെ വിവാഹം കഴിച്ചത്. അതുപോലെ നീയും എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ നിനക്കും എന്റെ ഗതി തന്നെയാണ് വരാൻ പോകുന്നത്. അവള് നിന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ പോവെന്ന് പറയുന്നു. ഇത് കേട്ട ഹീറോയ്ക്ക് ദേഷ്യം അടക്കാനാവാതെ അവനെ പൊതിരെ അടിക്കുന്നുണ്ട്. അതിനുശേഷം വെളിയിലേക്ക് വലിച്ചെറിയുന്നുമുണ്ട്. ഇനി മേലാലും നിന്റെ വായിൽ നിന്ന് ഹീറോയിനെ കുറിച്ച് ഇത്രയും മോശമായ വാക്കുകൾ ഉച്ചരിക്കരുതെന്നും പറഞ്ഞിട്ടാണ് അവനെ വെളിയിലേക്കാക്കുന്നത്. ഷാഫങ് അവിടുന്ന് പോയതിനു ശേഷം ഹീറോയിൻ വല്ലാതെ എവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. കാരണം ഇതുപോലെ പ്രതികാരത്തിന് വേണ്ടിയിട്ട് ഹീറോയെ അവൾ യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയൊരു പണക്കാരിയായ പെൺകുട്ടിയെ ഹീറോ വിവാഹം കഴിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ വല്ലാതെ ഫീൽ ചെയ്ത് ഹീറോ എടുത്ത് അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇനി മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കരുതെന്നും അവളോട് പറയുന്നു. അങ്ങനെയൊക്കെ അവളെ സമാധാനപ്പെടുത്തിയിട്ട് ഹീറോ ആവട്ടെ അവളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്ത് അവരിരുവരും സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണ് അവർ ടൈം ട്രാവൽ ചെയ്ത് 5 വർഷങ്ങൾ മുമ്പോട്ട് വന്നേ എന്നുള്ളത്. അവൾ പറയുന്നുണ്ട്, അന്ന് ഷാഫങ്ങിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ആക്സിഡന്റ് പറ്റിയിട്ടാണ് അവൾ ഇതുപോലെ ടൈം ട്രാവൽ ചെയ്ത് വന്നതെന്ന്. എന്നാൽ ഹീറോ എങ്ങനെയാണ് അവളുടെ കൂടെ വന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് അവനും അവളുടെ കൂടെ ടൈം ട്രാവൽ ചെയ്ത് വന്നേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ അന്ന് വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന സമയത്ത് ഷാഫങ് നിന്റെ കൂടെ ഓടി വന്നിരുന്നു. എന്തെങ്കിലും തെറ്റായ സംഭവങ്ങൾ നടക്കുമോ എന്ന് കരുതി ഞാനും നിങ്ങളുടെ കൂടെ ഓടി വന്നു. ഈ സമയത്ത് നിനക്ക് ഒരു അപകടം സംഭവിക്കുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ തന്നെ എന്നെയും ഒരു വണ്ടി വന്ന് ഇടിക്കുന്നു. അത്ര മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് ഹീറോയും പറയുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തോ സംഭവിച്ചു. അതിനുശേഷമാണ് അവർ രണ്ടുപേരും ട്രാവൽ ചെയ്ത് തന്നെയെന്ന് മാത്രം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഹീറോയെ കാണാൻ ഈ സമയത്ത് ഹീറോയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. കാരണം വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഷാഫങ് ഇതുപോലെ മിയയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എൻഗേജ്മെന്റ് പാർട്ടി നടക്കാൻ പോവുകയാണെന്നും അതിന് ഹീറോ വരണമെന്നും പക്ഷേ അവന്റെ വൈഫിനെ കൊണ്ടുവരരുതെന്നും അവർ ആവശ്യപ്പെടുന്നു. പക്ഷേ ഹീറോ അമ്മയെടുത്ത് പറയുന്നുണ്ട്, ഞാൻ എവിടെ പോയാലും തന്റെ വൈഫും കൂടെ തന്നെ കാണുമെന്ന്. അന്ന് രാത്രി തന്നെ ഹീറോയിനെ ആവട്ടെ മിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എൻഗേജ്മെന്റ് പാർട്ടിക്ക് തീർച്ചയായും അവൾ പങ്കെടുക്കണമെന്ന്. അപ്പോൾ തന്നെ ഹീറോയിനും ഹീറോയ്ക്കും മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ പിന്നിൽ അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും എൻഗേജ്മെന്റ് പാർട്ടിക്ക് പോകാൻ അവരിരുവരും തീരുമാനിക്കുന്നുണ്ട്. എൻഗേജ്മെന്റ് പാർട്ടി നടക്കുന്ന സമയത്ത് ഈ ഷാഫങ്ങ് വിചാരിക്കുന്നുണ്ട് ശരിക്കും ഹീറോയിൻ ആവട്ടെ അവൻ്റെ കൂടെ പ്രണയം നടിക്കുകയായിരുന്നു എന്ന്. കാരണം വേറെ ഒന്നുമല്ല, പൈസയ്ക്ക് വേണ്ടിയായിരിക്കണം അവൾ അവനെ സ്നേഹിച്ചെന്നാണ് കരുതിയിരിക്കുന്നത്. അവളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മിയെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഷാഫങ്ങ് അവളോട് പറയുന്നുണ്ട് ഇതുപോലെ ഹീറോയിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാരേജ് ചെയ്യുന്നതെന്നും അത് വെറും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നും അല്ലാതെ അവളോട് ഒരു തരത്തിലുള്ള പ്രണയമോ ഇഷ്ടമോ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഈ കല്യാണത്തെക്കുറിച്ച് ഒന്നും കൂടി ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ എന്ന്. ഷാഫങ് ഇപ്പോഴും ഹീറോയിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അവൾ മാത്രമേ അയാളുടെ മനസ്സിലുള്ളൂ. അങ്ങനെ ഒരാളെ വിവാഹം കഴിച്ചാൽ നിങ്ങൾ ഒരിക്കലും സന്തോഷവതിയായിരിക്കില്ല എന്നൊക്കെ അവള് സഹോദരിയോട് പറയുന്നുണ്ട്. മിയ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്കും ഈ ഷാഫങ്ങിനും വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയല്ലേ. അതുമാത്രമല്ല ഇത് മുടങ്ങിക്കഴിഞ്ഞാൽ അത് എനിക്ക് എത്രമാത്രം നാണക്കേട് ഉണ്ടാക്കുമെന്ന് അറിയോ. മറ്റുള്ളവരൊക്കെ എന്നെ കണ്ടിട്ട് മോശമായി ചിരിക്കുകയും അടക്കം പറയുകയും ചെയ്യുമെന്ന് പറയുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ അയാളെ വിവാഹം കഴിച്ചാലേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ വിവാഹം സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി നീ വിചാരിച്ചോളെ നടക്കൂ എന്ന് സിയോട് മിയ പറയുന്നുണ്ട്. സഹോദരിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സി തയ്യാറായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അവള് മിയ എടുത്ത് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് തൻ്റെ പക്കലൊരു വീഡിയോ ഉണ്ട്, എൻഗേജ്മെന്റ് ഫംഗ്ഷൻ നടക്കുമ്പോൾ അത് സ്ക്രീനിൽ പ്ലേ ചെയ്യിക്കണമെന്ന്. ശരിക്കും ഈ എൻഗേജ്മെന്റ് നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു മിയ ഇതിനൊക്കെ പിന്നിൽ നിന്ന് കളിച്ചിരുന്നത്. ഈ എൻഗേജ്മെന്റ് വെറുതെ അങ്ങ് ക്ലോസ് ആയി പോയാൽ അവളൊരു പെൺകുട്ടി എന്ന നിലയ്ക്ക് അവൾക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങളും അവഗണനയും മാത്രമേ സംഭവിക്കൂ. അവളുടെ ഭാഗത്ത് ആരും കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഷാഫങ്ങിനെയും വെച്ചും ഹീറോയിനെയും വെച്ചും അവളൊരു കളി നടത്താൻ പോവുകയാണ്. സി ആവട്ടെ മിയ എടുത്ത് പറയുന്നുണ്ട് ചേച്ചി ഇതൊക്കെ തെറ്റാണ്, ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്തുകൂടാ എന്നൊക്കെ പറയുന്നുണ്ട്. സി ആവട്ടെ മിയ എന്തൊക്കെ പറഞ്ഞിട്ടും അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു പെൺകുട്ടിയെ പൊതുവേദിയിൽ അപമാനിക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. എന്ത് പറഞ്ഞാലും ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് അവളുടെ ചേച്ചി അവളെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും മിയ ആവട്ടെ എനിക്കുള്ള ആകെ ആശ്രയം നീയാണെന്ന് പറഞ്ഞ് അവളോട് ആ വീഡിയോ പ്ലേ ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിരുന്നാലും സഹോദരിക്ക് വേണ്ടി അവൾക്കത് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ എൻഗേജ്മെന്റ് പാർട്ടിക്കായിട്ട് തന്നെ ഹീറോയിനും അവരുടെ മകനും എത്തിയിരുന്നു. ഹീറോയിൻ റെസ്റ്റ് റൂം യൂസ് ചെയ്യാൻ പോയ സമയത്ത് സി അവരുടെ പുറകെ തന്നെ പോകുന്നു. സി അവളുടെ അടുത്ത് പറയുന്നുണ്ട് നീ ഏതെങ്കിലും ഒരു മുറിയിൽ കയറി ഇരുന്നാൽ മതി, എൻഗേജ്മെന്റ് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വരരുതെന്ന്. ഹീറോയിൻ ആവട്ടെ അവളോട് വളരെയധികം സംശയത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. ഞാൻ നിന്നെ ജസ്റ്റ് വാൺ ചെയ്തതേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൂടുതലൊന്നും പറയാതെ തന്നെ സി അവിടെ നിന്ന് പോകുന്നു.
അങ്ങനെ റെസ്റ്റ് റൂമിൽ നിന്ന് ഹീറോയിൻ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ സി അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അന്ന് ഹീറോയിൻ്റെ കൂടെ അവളുടെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ആരും അവനെ കണ്ടിരുന്നല്ലോ, ജസ്റ്റ് മാസ്ക് ഒക്കെ ഇട്ടാണല്ലോ അകത്തേക്ക് പോയിരുന്നത്. ഷാഫങ് മാത്രമാണ് ഹീറോയിൻ്റെ മുറിയിലേക്ക് കടന്നു പോയിരുന്നതെന്നാണ് മിയ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫൂട്ടേജ് അവൾ കരുതി വെച്ചിരുന്നു. അതാണ് ഇപ്പോൾ അവിടെ വീഡിയോ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ശരിക്കും ഹീറോ അല്ലേ അവളെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ഷാഫങ് ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ മിയ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ വീഡിയോ പ്ലേ ആയി തുടങ്ങിയപ്പോൾ തന്നെ മിയ ആവട്ടെ നന്നായി അഭിനയിച്ച് തകർക്കുന്നുണ്ട്. ഷാഫങ്ങിനോട് അവൾ ചോദിക്കുന്നുണ്ട്, ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധവും നീ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തായി കാണുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും ഹീറോയിനെ വല്ലാതെ കുറ്റപ്പെടുത്താൻ ഒരുങ്ങുന്നുണ്ട്. മിയയും അതുപോലെ അവിടെയുള്ള മറ്റുള്ളവരും കരുതിയിരുന്നത് ആ ഫൂട്ടേജിലുള്ളത് ഷാഫങ്ങും അതുപോലെ ഹീറോയിനുമാണെന്നാണ്. എന്നാൽ ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, അതിലുള്ളത് ഞാനാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് സർവ്വസാധാരണമാണെന്ന് ഹീറോ പറയുമ്പോൾ അവിടെയുള്ള ആരും വിശ്വസിക്കുന്നില്ല. ഹീറോ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹീറോയിൻ അവിടെ നേരിട്ട് നിന്ന് ഷാഫങ്ങിനോട് ചോദിക്കുന്നുണ്ട്, ആ ഫൂട്ടേജിലിരിക്കുന്ന നീയാണോ എന്നുള്ള സത്യം അവരോട് പറയാൻ പറയുന്നു. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കാനുള്ള ആകാംക്ഷ ഹീറോയിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ അവളോടുള്ള ദേഷ്യം കാരണം മറ്റുള്ളവർ അവളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ആ ഫൂട്ടേജിലുള്ളത് അവൻ തന്നെയാണെന്ന് എല്ലാവരോടും സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു. ഹീറോയിൻ വളരെ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ കൂടെ പറയുന്നുണ്ട്, നിന്നെ പോലെ ഒരുത്തനെ സ്നേഹിച്ചതിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ്. നീ നിന്റെ ഫിയാൻസിയെക്കാട്ടിലും വളരെ മോശക്കാരനാണെന്ന് പറയുന്നു. അങ്ങനെ ആ ടൈമിൽ ഹീറോ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് ആ ഫൂട്ടേജിലുള്ളത്. ഈ സമയത്ത് തന്നെ ആ വീഡിയോയുടെ ഫുൾ ഭാഗവും എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ മുഖം നല്ലപോലെ തന്നെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് സിസിക്കും മിയയ്ക്കും മനസ്സിലാവുന്നത് അതിലുണ്ടായിരുന്നത് ഹീറോ ആണെന്ന്. ഹീറോ ടൈം ട്രാവൽ ചെയ്ത് വന്നിടം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ഹീറോ ആവട്ടെ അവിടെ വെച്ച് വെളിപ്പെടുത്താൻ ഒരുങ്ങുന്നുണ്ട്. ഹീറോയ്ക്ക് ആദ്യം മുതലേ ഡ്രഗ്സ് കൊടുത്തത് ഹീറോയിനാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ സത്യം അതായിരുന്നില്ല. ശരിക്കും ഹീറോയിനാവട്ടെ ഇതുപോലെ ഷാഫങ്ങിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണെന്നും അതിനുശേഷമാണ് അവളെ പ്രപ്പോസ് ചെയ്ത് പ്രണയിച്ചെന്നുള്ള വിവരങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അപമാനങ്ങളും കുത്തുവാക്കുകളും ഇതിൻ്റെ പേരിൽ ഹീറോയിൻ കേൾക്കേണ്ടി വരുന്നു. അതിൻ്റെ പിന്നിലെ സൂത്രധാര മിയയാണെന്ന് ഹീറോ വെളിപ്പെടുത്തുന്നു. അതുമാത്രമല്ല ഈ മിയ ആവട്ടെ ഹീറോയിൻ പണത്തിന് വേണ്ടിയിട്ട് ഒരാളുമായി ഫിസിക്കൽ റിലേഷനിലിരുന്നെന്നും അതുമാത്രമല്ല അതിലുണ്ടായ ഒരു കുട്ടിയെ അബോർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള അപവാദങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ വിഷയങ്ങളൊക്കെ ആയിരുന്നു ഹീറോ ആദ്യം ഹീറോയിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നപ്പോൾ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഹീറോയിനെ തെറ്റിദ്ധരിച്ച് അങ്ങനെ മോശമായ രീതിയിൽ അവളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഹീറോയിനും ഷാഫങ്ങും തമ്മിലുള്ള പ്രണയബന്ധം കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ഈ മിയ ആവട്ടെ ഈ പ്രണയബന്ധത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹീറോയിനെ കുറിച്ച് ഇത്രയും മോശകരമായ റൂമേഴ്സ് അവൾ പരത്താൻ ഇടവരുത്തിയത്. ശരിക്കും ഈ മിയയ്ക്കും ഷാഫങ്ങുമായിട്ടുള്ള വിവാഹത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. അതിന് ഹീറോയിനെ ഒരു കരുവാക്കുകയായിരുന്നു അവൾ. ശരിക്കും ഹീറോയുടെ ഉള്ളിൽ ഡ്രഗ്സ് എത്തിച്ചത് ഹീറോയിൻ അല്ലായിരുന്നു. അന്നത്തെ ദിവസം ഹീറോയും ഷാഫങ്ങും ഒരേ ഹോട്ടൽ റൂമിലാണ് തങ്ങിക്കൊണ്ടിരുന്നത്. ഈ മിയ ആവട്ടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഷാഫങ്ങിനെ കാണാനായി ശല്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഷാഫങ്ങിന്റെ മുറി ഹീറോയ്ക്ക് കൊടുക്കുകയും ഹീറോയുടെ മുറി ഷാഫങ് എടുക്കുകയും ചെയ്തു. അങ്ങനെ ഷാഫങ്ങിന്റെ മുറിയാണെന്ന് തെറ്റിദ്ധരിച്ച് മിയ ആവട്ടെ ഹീറോയുടെ മുറിയിൽ ഉണ്ടായിരുന്ന ഒരു ജ്യൂസിൽ ഈ ഡ്രഗ്സ് കലർത്തി പുറത്തേക്ക് പോകുന്നു. ഷാഫങ്ങിന്റെ മുറിയാണെന്ന് കരുതി തന്നെയാണ് അവനെ കാണാനായി പിന്നാലെ ഹീറോയിനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഡ്രഗ്സ് ഹീറോയുടെ ശരീരത്തിൽ കലർന്നത് കൊണ്ട് തന്നെ അവരെ അന്നത്തെ ദിവസം ഫിസിക്കലായി ഇരിക്കുകയും ചെയ്യുന്നു. ശരിക്കും ഷാഫങ്ങുമായി തെറ്റിദ്ധാരണകൾ മാറ്റാനായി വന്ന ഹീറോയിൻ ഈ ട്രാപ്പിലാവുകയായിരുന്നു. എന്നിരുന്നാലും ഈ ആവട്ടെ അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. താൻ ഡ്രഗ്സ് ഒന്നും വാങ്ങിയില്ല, ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഹീറോ ആവട്ടെ അവൾ ആ ഡ്രഗ്സ് വാങ്ങിച്ച മെഡിക്കൽ ഷോപ്പിൽ നിന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തൻ്റെ പക്കൽ സൂക്ഷിച്ചിരുന്നു. ആ റെക്കോർഡ്സ് ഒക്കെ തൻ്റെ കയ്യിൽ ഉണ്ടെന്നും പറയുന്നുണ്ട്. എന്നാൽ മിയ അതൊന്നും സമ്മതിക്കാൻ കൂട്ടാക്കില്ല. താനല്ല ഇതൊക്കെ ചെയ്തേന്ന് അവൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇത് കേട്ട ഹീറോ പറയുന്നുണ്ട്, ഹീറോയിൻ പറഞ്ഞ പോലെ തന്നെ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ആ സമയത്ത് അവളുടെ പക്കൽ മതിയായ പണവുമില്ല ഡ്രഗ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ. നീ പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് തൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ റെക്കോർഡ്സൊക്കെ ഇപ്പോൾ തന്നെ ഇവിടെയുള്ളവരെ കാണിക്കാമെന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും അത് കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ പിടിയിലാവുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ സി എടുത്ത് അവൾ ചെന്നിട്ട് പറയുന്നുണ്ട്, നീ ഇതുപോലെ ഹീറോയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചു എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ സി ഒരിക്കലും ഒരു മോശക്കാരിയായ പെണ്ണല്ലായിരുന്നു. കാരണം അവളുടെ സഹോദരി ചെയ്യുന്ന എല്ലാ തെറ്റുകളും അവളുടെ സഹോദരി ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് സി അത് ഇത്രയും നാളും ഏറ്റെടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു തെറ്റ് അവളുടെ സഹോദരിക്ക് വേണ്ടിയിട്ട് ഏറ്റെടുക്കാൻ സി തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറയുന്നുണ്ട്, താൻ ഇങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും ചെയ്തിട്ടില്ല,
ഇതൊക്കെ തൻ്റെ സഹോദരി തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നും തനിക്കൊരു എതിരാളി ഉണ്ടെങ്കിൽ തീർച്ചയായും മുഖാമുഖം നിന്ന് അയാളോട് മത്സരിക്കത്തേയുള്ളൂ, പക്ഷേ ഇങ്ങനെ മോശമായ ഒരു പ്രവൃത്തി ചെയ്ത് ആരെയും നാണം കെടുത്താൻ ശ്രമിക്കില്ല എന്ന് പറയുന്നു. അതുമാത്രമല്ല, തൻ്റെ സഹോദരിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് സഹോദരിയെ സഹായിച്ചത്, അല്ലാതെ തനിക്കിതിലൊരു ബന്ധവുമില്ല എന്ന് അവൾ പറയുന്നു. ഇതും കൂടെ കേട്ടപ്പോൾ മിയയെക്കുറിച്ച് അവിടെയുള്ളവരൊക്കെ മോശമായി പറയാൻ തുടങ്ങുന്നു. ഇത്രയും വൃത്തികെട്ട പെൺകുട്ടികൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിയ ഈ ഡ്രഗ്സ് കലർത്തിയത് തന്നെ ഷാഫങ്ങിനെയും അതുപോലെ തന്നെ ഹീറോയിനെയും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം അവൾക്ക് ഈ വിവാഹത്തോട് താല്പര്യമില്ല. താൻ കാരണം ഒരിക്കലും ഈ വിവാഹം മുടങ്ങാനും പാടില്ല. അതുകൊണ്ട് തന്നെ പഴി മൊത്തം ഹീറോയിനും അതുപോലെ ഷാഫങ്ങിനും ഇരിക്കട്ടെ എന്ന് അവൾ കരുതി. പക്ഷേ ഹീറോ ഇപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് സത്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഹീറോ ആവട്ടെ പോലീസിനെ വിളിക്കാമെന്ന് പറയുമ്പോൾ സി മിയയും കൊണ്ട് ആ സമയം കൊണ്ട് തന്നെ അവിടുന്ന് കടന്നു കളഞ്ഞിരുന്നു. ഈ വിവരങ്ങൾ അറിഞ്ഞ് ഷാഫങ് ആവട്ടെ വല്ലാതെ ഹർട്ട് ആവുന്നുണ്ട്. അവൻ അവളോട് ക്ഷമാപണം നടത്തുന്നുണ്ട്. അപ്പോൾ ഹീറോയും പറയുന്നുണ്ട്, നീ ഇന്നസെന്റ് ആയിട്ട് നടിച്ചതൊക്കെ മതി, ഇനി നിർത്തിക്കോ. കുറച്ചു മുമ്പ് വരെ നിന്നോട് സത്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ നീ കള്ളത്തരങ്ങളല്ലേ പറഞ്ഞത്, ഇനി നീ പറഞ്ഞൊന്നും എനിക്ക് കേൾക്കണ്ട. ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് നീയല്ല എന്നുള്ള സത്യം നിനക്ക് വെളിപ്പെടുത്താമായിരുന്നു, പക്ഷേ നീ വെളിപ്പെടുത്തിയില്ല. എന്നെ അപമാനിക്കാനാണ് ശ്രമിച്ചത്. എന്നെ അപമാനിച്ചു കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും ഇവിടുന്ന് പൊക്കൂടെ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവൻ വിഷമത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ആ പാർട്ടി അവസാനിക്കുന്നുണ്ട്. ഹീറോയുടെ അമ്മ അവരെടുത്ത് വരുന്നുണ്ട്. ഈ പാർട്ടിയിലൊന്നും ഹീറോയുടെ അച്ഛൻ അതുപോലെ തന്നെ സഹോദരങ്ങളൊന്നും പങ്കെടുത്തില്ലായിരുന്നല്ലോ. അത് ഹീറോയിനെ കാണണ്ട എന്ന് കരുതിയിട്ടാണ്. കാരണം ഹീറോയിൻ ഒരു മോശക്കാരിയായ പെൺകുട്ടിയാണെന്നാണ് അവർ കരുതിയിരുന്നത്. ഇപ്പോൾ ഹീറോയിന്റെ ഭാഗത്തൊരു തെറ്റും ഇല്ല എന്ന് മനസ്സിലാക്കി അവരാവട്ടെ അവളെ കാണാനായി പുറപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ബിസിനസ് ട്രിപ്പിന് പോയിരിക്കുകയായിരുന്നു. ഉടനടി എത്തുമെന്ന് തന്നെ ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോയുടെ അമ്മയാവട്ടെ അവളോട് ക്ഷമ പറയുന്നുണ്ട്. ഇത്രയും നാളും അവളെ തെറ്റിദ്ധരിച്ചു പോയതിന് ക്ഷമ പറയുന്നുണ്ടവർ. അങ്ങനെ അന്ന് രാത്രിയിലും ഹീറോയിനും വളരെ സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട്. ശരിക്കും ആദ്യമാവട്ടെ ഹീറോയിനെ ഹീറോ അവോയ്ഡ് ചെയ്യാണല്ലോ ചെയ്തിരുന്നത്. അവളൊരു മോശക്കാരിയാണെന്ന് കരുതി. ഇപ്പോൾ അവൾ മോശക്കാരിയാണോ അല്ലയോ എന്നറിയാതെ തന്നെ വൈഫായതിനു ശേഷം അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്തു. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണല്ലോ. അവള് ഷാഫങ്ങിനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ പോലും അവൾക്ക് ഇത്രയും പെർഫെക്റ്റ് ആയ ഒരു ഹസ്ബൻഡിനെ ഒരിക്കലും കിട്ടില്ലായിരുന്നു. അങ്ങനെ അവർ ഒന്നായി തന്നെ ഇരിക്കുന്നു. രാവിലെ അവള് കണ്ണു തുറന്നു നോക്കുമ്പോഴാവട്ടെ അവള് ഹോസ്പിറ്റലിലാണ് ഉണ്ടായിരുന്നത്. ശരിക്കും ടൈം ട്രാവൽ ചെയ്ത് പ്രസന്റിലേക്ക് പോയവർ ഇപ്പോൾ വീണ്ടും പാസ്റ്റിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ശരിക്കും അവർക്ക് ആക്സിഡന്റ് പറ്റിയ സമയത്തേക്കാണ് അവരിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഹീറോയിൻ ആവട്ടെ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ഹീറോയെ കാണാൻ അവൾ ഉടനടി അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നേഴ്സ് അവളോട് പറയുന്നുണ്ട് അവൾക്കിപ്പോൾ റെസ്റ്റ് ആവശ്യമാണ്, ഇപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് പോകാൻ പാടില്ല എന്ന്. അതുമാത്രമല്ല നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ച യുവാവിനെ നന്നായി പരിക്കേറ്റിരുന്നു, അയാളും അടുത്ത റൂമിൽ തന്നെ അഡ്മിറ്റ് ആയിരിക്കുന്നു എന്ന് പറയുന്നു. അവളെ രക്ഷിച്ച യുവാവിന്റെ പേരറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നേഴ്സിന് അത് അറിയില്ലായിരുന്നു. അവള് അത് ഹീറോ ആയിരിക്കുമോ എന്ന സംശയത്തോടെ തന്നെ അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി നോക്കാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോയിനെ കാണാനായി ഹീറോയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവനാവട്ടെ ആ ഗ്ലൂക്കോസ് സ്റ്റാൻഡും കൊണ്ടാണ് പതിയെ അവളെ കാണാനായി അങ്ങോട്ടേക്ക് വന്നത്. ഹീറോയിനെ വണ്ടി ഇടിക്കാൻ പോകുന്ന സമയത്ത് ഹീറോ അവളെ പിടിച്ചു വലിച്ചു മാറ്റുകയായിരുന്നു. ഈ സമയത്ത് തന്നെ ഹീറോയിനും താഴേക്ക് വീഴുമ്പോൾ ഹീറോയുടെ തലയ്ക്ക് നന്നായി അടിയേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ബോധവും മറയുന്നു. ഇപ്പോൾ ബോധത്തിലേക്ക് തിരിച്ചു വന്ന അവനാവട്ടെ ഹീറോയിനെ കാണാൻ ഓടി എത്തിയിരിക്കുകയായിരുന്നു. അവനും 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓർമ്മയുണ്ടായിരുന്നു. അവനും അവളും സന്തോഷത്തോടെ തന്നെ ഹഗ് ചെയ്യുന്നു. അങ്ങനെ ഹാപ്പി എൻഡിങ്ങിൽ തന്നെ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.